കടന്നു വന്നാട്ടെ യോഹന്നാൻ സുവിശേഷം. ഓ ഗ്ലോറി. ഇതിനായി സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം പുതിയ നിയമത്തിലാണ്. സ്തോത്രം. അറിയാത്ത ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ബൈബിൾ കൊണ്ടുവരാത്ത ഒത്തിരി പേരെ ഞാൻ കാണുന്നു. സ്തോത്രം. അതെ, SSLC എക്സാമിനേഷൻ പോയപ്പോൾ കയ്യിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോലും കയറാൻ നമ്മുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യം. ഈ ന്യൂ ജനറേഷൻ തള്ളലിൽ നമുക്കൊരു ബൈബിൾ കോഡില്ല. അപ്പനില്ലാത്ത ബൈബിൾ ഗുണ്ടകളായി ജീവിക്കുന്ന ന്യൂ ജനറേഷൻകാർ ഇന്ന് രാത്രി കേൾക്കണം. നിന്റെ കയ്യിൽ ഏതൊരു മീറ്റിങ്ങിന് പോയാലും കയ്യിൽ ബൈബിൾ ഉണ്ടായിരിക്കണം. ഫോണിൽ ഉണ്ടായിരിക്കാം, ടാബിൽ ഉണ്ടായിരിക്കാം. അതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയാണ് ഈ പുസ്തകം ഉള്ളതുപോലെ കവറിലിടാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. കാരണം ഈ പുസ്തകത്തെ ആരുയർത്തിയോ ദൈവം അവനെ ഉയർത്തി. കടന്നു വന്നാട്ടെ. പുതിയ നിയമത്തിലാണ് യോഹന്നാൻ സുവിശേഷം. യോഹന്നാൻ സുവിശേഷം പഴയ നിയമത്തിൽ തപ്പുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം ദയവായി മുന്നോട്ട് വന്നാട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വി ഹാവ് ഫൗണ്ട് മെസ്സായ. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. 3 രാത്രികളും ദൈവത്തിൻ്റെ കൃപയാൽ നാം കേട്ട വിഷയം ഇതാണ്. ജീസസ് ഈസ് ദ മെസ്സായ. യേശു കർത്താവ്, അവൻ മെശിഹ. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, മെശിഹ. ഓ, മെശിഹ എന്ന പദത്തിന് അർത്ഥം സ്തോത്രം അഭിഷിക്തൻ എന്നാണ്. പഴയ നിയമകാലത്തിൽ 3 കൂട്ടരെ ദൈവം അഭിഷേകം ചെയ്തതായി വേദപുസ്തകം പറയുന്നു. എന്നാൽ പഴയ നിയമത്തിലെ ഏത് അഭിഷേകം എന്ന് പറഞ്ഞാലും അത് ഭാഗമായി വിവിധമായി സ്തോത്രം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പാർട്ട് ബൈ പാർട്ടായിട്ടായിരുന്നു പഴയ നിയമത്തിൽ ദൈവം തൻ്റെ അഭിഷേകത്തെ പകർന്നിരുന്നത്. ലേവ്യപുസ്തകം 8:12 സമാഗമന കൂടാരത്തിൽ കർത്താവ് ഇതാ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തു. ഏലിയാവിൽ നിന്ന് പുതപ്പ് ഏലിശായിലേക്ക് വന്നു. പ്രവാചകന്മാരെ ദൈവം അഭിഷേകം ചെയ്യുന്നു. സ്തോത്രം. അതേ, രാജാക്കന്മാരെയും ദൈവം അഭിഷേകം ചെയ്യുകയുണ്ടായി. പഴയ നിയമത്തിൽ സ്തോത്രം ദൈവത്തിൻ്റെ അഭിഷേകം ഭാഗമായി വന്നെങ്കിൽ ആ 3 ഭാഗമായി ഒഴുകിയതായ ആ അഭിഷേക നദി ഒരു സമ്പൂർണമായി കർത്താവ് യേശുവിൻ്റെ മേൽ കടന്നു വരികയുണ്ടായി. പഴയ നിയമത്തിലുള്ളതായ അഭിഷേകത്തിന് സകലതരം അളവുണ്ടായിരുന്നു എങ്കിൽ യോഹന്നാൻ സുവിശേഷം 3:34 പറയുന്നു, വിത്തൗട്ട് എനി മെഷർ, അളവില്ലാത്തതായ ഒരു അഭിഷേകമായിരുന്നു പിതാവായ ദൈവം യേശു കർത്താവിൻ്റെ മേൽ പകർന്നിരുന്നത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. അളവില്ലാത്ത ഒരു അഭിഷേകമായിരുന്നു. എലീശായുടെ അഭിഷേകത്തിനും അഹ്റോന്റെ അഭിഷേകത്തിനും ദാവീദിന്റെ അഭിഷേകത്തിനും ഒക്കെയും ഓരോ അളവുണ്ടായിരുന്നു എങ്കിൽ യേശു കർത്താവിൻ്റെ മേൽ പകർന്നിരുന്നതായ അഭിഷേകം അളവില്ലാത്തതാണ്. അതങ്ങ് പറഞ്ഞു വിടുകയല്ല. അവൻ്റെ നിറവിനാലാണ് ദൈവം നിന്നെ നിറയ്ക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഞാനും നീയും ചുമക്കുന്നതായ അഭിഷേകം എന്ന് പറയുന്നത് അളവില്ലാത്തതായ അഭിഷേകം അത്രേ. പുതിയ നിയമത്തിൽ നമ്മൾ പുരോഹിതന്മാരാണ്. പുതിയ നിയമത്തിൽ സ്തോത്രം അതേ നമ്മൾ പ്രവാചകന്മാരുമാണ്. 1-ാമത്തെ രാത്രി ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അതേ സ്തോത്രം യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ഇന്നലെ രാത്രി ഗംഭീരമായി നമ്മൾ കേൾക്കുകയുണ്ടായി. കർത്താവായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതൻ അന്ത്രയോസ് ഇതാ തൻ്റെ സഹോദരനായ ശീമോനെ കണ്ടിട്ട് അഥവാ പത്രോസിനെ കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അന്ത്രയോസിന്റെ സ്കൂള് അതാണ്, അല്ലെങ്കിൽ അന്ത്രയോസിന്റെ പാഠശാല അതാണ്. അന്ത്രയോസിന്റെ സ്വഭാവം ഇതാണ്. അന്ത്രയോസ് ആരെ തന്നെ കയ്യിൽ കിട്ടിയാലും ഒരു പാലം പോലെ നിന്ന് അവരെ യേശുവിനോട് അടുപ്പിക്കുന്നവനാണ്. യേശുവിന് ആദ്യം കണ്ടത് പത്രോസല്ല. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവ് കൊടുത്തത് പത്രോസിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരിൽ ഫോർഫ്രണ്ടിൽ ഏറ്റവും മുൻപിൽ നിന്നതായ ഒരുവനായി ദൈവം തിരഞ്ഞെടുത്ത പത്രോസിനെ ആദ്യം യേശുവിനെ കണ്ടത് പത്രോസല്ല. ആദ്യം യേശുവിനെ കണ്ടത് അന്ത്രയോസാണ്. പക്ഷെ പിൻപന്മാരായി സ്തോത്രം പത്രോസിനെ പോലും യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസാണ്. സഭാ ചരിത്രവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ
അന്ത്രയോസിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, ആരെ ദൈവസന്നിധിയിൽ കിട്ടിയാലും അവരെ കർത്താവിലേക്ക്, യേശുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു സ്വഭാവം അന്ത്രയോസിനുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും യേശുവിൻ നാമത്തിൽ ദേശവാസികളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, അയൽവാസികളാകട്ടെ, ബന്ധുക്കളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, ആരെ കിട്ടിയാലും അവരെ യേശുവിൽ നിന്ന് അകറ്റുന്നവരല്ല, അവരെ യേശുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പാലമായി ദൈവത്തിന്റെ ജനം വെളിപ്പെടുമാറാകട്ടെ. സമാചരിത്രം പറയുന്നു, സ്തോത്രം, സകല അപ്പോസ്തലന്മാരും യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി തീർന്നല്ലോ. അന്ത്രയോസ് എക്സ് ആകൃതിയുള്ള ക്രൂശിൽ ഇതാ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. അന്ത്രയോസ് ആ ക്രൂശിൽ ഇതാ കിടക്കുന്നതായ സമയത്ത് അതീവ വേദന കടന്നു വന്നു. ആ വേദനയിൽ നിന്ന് താൻ പ്രാർത്ഥിച്ചു എന്ന് സഭാചരിത്രം പറയുന്നു. ആ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവന്റെ മേൽ കടന്നു വന്നു. കേൾക്കണം, സൂപ്പർ സ്റ്റാറായ ദൈവദാസന്മാരെ ഇറക്കുമ്പോഴല്ല അഭിഷേകം ദൈവസഭയിൽ വ്യാപരിക്കുന്നത്. കുറച്ച് ബഹളം വയ്ക്കുമ്പോഴല്ല, നീ മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മിണ്ടുന്നില്ല. നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ കടന്നു വരുന്നത്. സ്തോത്രം. അതെ, അന്ത്രയോസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം തന്റെ മേൽ കടന്നു വന്നു. നിങ്ങൾക്ക് കാണുവാൻ കഴിയും, യേശു കർത്താവ് യോർദാന്റെ കരയിൽ നിന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ then the heavens torn open and the Holy Spirit descended upon him as in the form of a dove. സ്വർഗ്ഗം അപ്പോൾ തുറക്കപ്പെട്ട പരിശുദ്ധ ആത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ യേശുവിന് മേൽ ഇതാ കടന്നു വരികയുണ്ടായി. ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവായ യേശുവും സ്തോത്രം അതെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നതുപോലെ അന്ത്രയോസ് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പറയുന്ന ചരിത്രമാണ്, സഭാചരിത്രം, എക്സാകൃതിയുള്ള ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മേൽ കടന്നു വന്നു. ആ ക്രൂശിൽ വേദനയുണ്ട്, പക്ഷെ വേദന മറന്ന് താൻ വായു തുറന്ന് യേശുവിനെ കുറിച്ച് പറവാൻ തുടങ്ങി. 10 പേരായി, 100 പേരായി, 1000മായി സ്തോത്രം ജനസംഖ്യ വർദ്ധിച്ചു വന്നു. സഭാചരിത്രം പറയുന്നു, 3 ദിവസത്തോളം, അതായത് 72 മണിക്കൂറോളം അന്ത്രയോസ് ക്രൂശിൽ കിടന്നു. അന്ത്രയോസ് 72 മണിക്കൂർ ക്രൂശിൽ കിടന്ന് ഏകദേശം 3000-ലധികം പേരെ യേശു കർത്താവിലേക്ക് നേടിയിട്ടാണ് തന്റെ ജീവനെ ഈ ലോകത്തിൽ നിന്ന് വിട്ടുമാറിയത്. സ്തോത്രം. ക്രൂശിൽ കയറുന്നതിന് മുൻപ് ആൾക്കാരെ ദൈവസന്നിധിയിൽ നേടുന്നതിനേക്കാൾ അന്ത്രയോസ് ക്രൂശിൽ വേദനയിൽ കിടന്നപ്പോൾ താൻ നേടിയതായ ആത്മാക്കൾ അധികമായിരുന്നു എന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ക്രൂശ് നിന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ വ്യഥയിലും വേദനയിലും നീ കിടക്കുമ്പോൾ നീ പ്രയോജനപ്പെട്ടതിനേക്കാൾ കൂടുതൽ സമയമായിരിക്കും, കൂടുതൽ അളവിലായിരിക്കും ഒരു ക്രൂശ്, ഒരു വ്യഥ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അധികം നീ പ്രയോജനപ്പെടുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആ ക്രൂശ് ഒരിക്കലും നിനക്ക് തിന്മയ്ക്കല്ല, ആ ക്രൂശ് നിനക്ക് നന്മയ്ക്കാണ്. ആ ക്രൂശ് നിനക്ക് തിന്മയ്ക്കല്ല, അത് നിന്നെ തൊലയ്ക്കാനല്ല, അത് നിന്നെ ഉയർത്താനാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ക്രൂശോടെ നിന്റെ പരിപാടി തീരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ നോ, നിന്റെ ജീവിതത്തെ ഉയർത്താനാണ്. വിശ്വസിക്കുന്നവർ താടിക്ക് കൈയും കൊടുത്തിരിക്കാതെ വായികളെ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കമാൻ, 2 കരങ്ങളെ കടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. തിരുവചനം പറയുന്നു, സഹോദരങ്ങളെ, അന്ത്രയോസ് പറയുന്നു, we have found a Messiah. ഞങ്ങളിതാ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ അഭിഷിക്തനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ പ്രവാചകനാണ്, അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. 3-ാമത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൻ രാജാവും ആണ്. കാരണം പഴയ നിയമത്തിൽ 3-ാമത്തെ കൂട്ടരെ ദൈവം അഭിഷേകം ചെയ്തത്, ദൈവം രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ഇതാ സ്തോത്രം, ഹന്നയുടെ മകനാകുന്ന ശമൂവേൽ വളർന്നു വലിയവനായി അവനിതാ വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ തൈലക്കൊമ്പുമായി ശമൂവേൽ ഇതാ പുറപ്പെടുകയാണ്. ആ തൈലക്കൊമ്പിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ട തൈലമുണ്ട്. അതുവരെയും സഭ കണ്ടിട്ടില്ലാത്തൊരു ഓഫീസ് തുറക്കുകയാണ്. അതുവരെ സഭ കണ്ടിട്ടില്ലാത്തൊരു ശുശ്രൂഷ വേദിയും മണ്ഡലവും തുറക്കുകയാണ്. സഭയ്ക്ക് അതുവരെ പ്രവാചകന്മാരെ അറിയാം, സഭയ്ക്ക് അതുവരെ പുരോഹിതന്മാരെ അറിയാം. പക്ഷേ അമ്മച്ചി ഒരു ചെറുക്കന് വേണ്ടി കരഞ്ഞ, ഇന്ന് രാത്രിയിലും മക്കൾക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കട്ടെ. ഹന്ന കരഞ്ഞ ദൈവത്തിൽ നിന്ന് വാങ്ങിയതായ ശമൂവേലിന്റെ തൈലക്കൊമ്പിൽ നിന്ന് അതുവരെ ദൈവസഭയ്ക്ക് വെളിപ്പെട്ടില്ലാത്ത ശുശ്രൂഷ മണ്ഡലം വെളിപ്പെട്ടതുപോലെ മക്കൾക്ക് വേണ്ടി കരയുന്നവർ ഇന്ന് രാത്രി കേട്ടെ, ദേശങ്ങൾ കണ്ടിട്ടില്ലാത്ത, സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത എന്തോ ശുശ്രൂഷ മണ്ഡലങ്ങൾ, മേഖലകൾ, അവസ്ഥകൾ നിന്റെ തലമുറകളുടെ സ്വർഗത്തിൽ ദൈവം പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, അതേ ശമൂവേൽ കടന്നുപോയി. 1 ശമൂവേൽ 10:1 കീശിന്റെ മകനായ ശൗലിനെ അവൻ രാജാവായി അഭിഷേകം ചെയ്തു. ഇന്ന് രാത്രി ദൂത് ഇതാണ്, കർത്താവായ യേശു രാജാധി രാജാവ്. എന്തുകൊണ്ട്? പഴയ നിയമത്തിൽ ദൈവം 3-ാമതായി അഭിഷേകം ചെയ്തത് രാജാക്കന്മാരെയാണ്. സ്തോത്രം. അതേ ദൈവസഭയെ നോക്കി, പുതിയ നിയമസഭയെ നോക്കി വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ സ്തോത്രം അതേ ചെറിയ പുള്ളികൾ അല്ല.
ആരെയും വിളിച്ച് സാക്ഷി പറയിപ്പിക്കുമ്പോൾ അവർ ഇപ്രകാരം പറയാറുണ്ട്: ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഞാൻ പുഴുവാണ്, ഞാൻ തുരുമ്പാണ്, ഞാൻ കൃമിയാണ് എന്നൊക്കെ പറയും. ആ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്നുകൂടെ ഞാൻ പറയട്ടെ. കാരണം നീ തുരുമ്പും കൃമിയും പിശാചിന്റെ കയ്യിൽ നീ കളിപ്പാട്ടവുമല്ല. നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലെങ്കിൽ ആധാർ കാർഡിൽ നിന്റെ പേരില്ല, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ട്. സ്തോത്രം. അതെ, ആ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടം അല്ല, പിശാചിന്റെ കയ്യിൽ കളിപ്പാട്ടമല്ല. പുതിയ നിയമത്തിൽ വിശ്വാസികളായ ദൈവമക്കൾ നോക്കി പറയട്ടെ: God is with you. ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. മിണ്ടുന്നില്ല. നിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. നീ തോറ്റവനല്ല. എന്നും എപ്പോഴും എവിടെയും നിനക്ക് ജയമാണുള്ളത്. നീ വീണ്ടും ജനനം പ്രാപിച്ചുവെങ്കിൽ നിനക്ക് പരാജയമല്ല. പരാജയത്തിന്റെ വാക്കിന് ഇന്ന് രാത്രി വേരോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പിഴുതുകളാ. ഓ, നീ വീണ്ടും ജനനം പ്രാപിച്ചുവെങ്കിൽ നീ ജയിപ്പാനായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. അതെ, ദാവീദിനെ ദൈവം രാജാവായി അഭിഷേകം ചെയ്തു. അവൻ കാട്ടിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. ദൈവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇസ്രായേലിന് മുഴുവൻ സഭയ്ക്കും രാജാവാക്കി. ഞാൻ പറഞ്ഞത് പുതിയ നിയമത്തിന്റെ സഭയെ കുറിച്ചാണല്ലോ. പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സഭ. വെളിപ്പാട് 1:5-6 വാക്യങ്ങൾ പറയുന്നു: ഭൂമിയിൽ നിങ്ങൾ രാജാക്കന്മാരാണ്, പുരോഹിതന്മാരാണ്. അടുത്തിരിക്കുന്നത് നോക്കി പറ: നമ്മൾ രാജാക്കന്മാരാണ്. പെട്ടെന്ന് പറ മക്കളെ, നമ്മൾ രാജാക്കന്മാരാണ്. We are the king and the priest. സ്തോത്രം. നമ്മൾ രാജാക്കന്മാരാണ്, നമ്മൾ പുരോഹിതന്മാരാണ്. സ്വർഗം നിന്നെ വിളിക്കുന്ന പേരാണ് നിങ്ങൾ രാജാക്കന്മാര്. നിങ്ങൾ രാജാക്കന്മാരായതുകൊണ്ട് യേശു കർത്താവ് അവൻ രാജാധി രാജാവാണ്. യേശു അവൻ രാജാധി രാജാവാണ്. 1 തിമോഥെയോസ് 6:16. വെളിപ്പാട് 17:14, 19:16 ആവർത്തിച്ച് തിരുവചനം പറയുന്നു: യേശു രാജാധി രാജാവ്. അടുത്തിരിക്കുന്ന ഒരാളിനെ തൊട്ട് പെട്ടെന്ന് പറ: യേശു രാജാധി രാജാവ്. യേശു രാജാധി രാജാവ്. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ കർത്താവ് യേശു ക്രിസ്തു. സ്തോത്രം. അതേ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇന്ന് രാത്രി ചങ്ങനാശ്ശേരി കേൾക്കുന്നതായ ദൂത്: യേശു രാജാവല്ല, പ്രതിത അവൻ രാജാധി രാജാവ്. ചരിത്രം പഠിച്ചവരും ചരിത്രം നന്നായി അറിയാവുന്നവരും എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ കേൾക്കണമേ, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ധാരാളം സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ രാജാക്കന്മാർ സാമ്രാജ്യങ്ങളെ ഉണ്ടാക്കി. ആ സാമ്രാജ്യങ്ങൾ നിർമ്മിച്ച് അതിന്റെ തലപ്പത്തിരുന്ന് ലോകത്തെ വെട്ടിപ്പിടിച്ചതായ ആ രാജാക്കന്മാരിൽ ഏറ്റവും അഗ്രഗണ്യനായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിന്റെ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്: അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ചെറിയ പ്രായത്തിൽ തന്നെ സിംഹാസനത്തിനായവൻ, ചെറിയ പ്രായത്തിൽ തന്നെ രാജാക്കന്മാരെ വിറപ്പിച്ചവൻ, ചെറിയ പ്രായത്തിൽ തന്നെ ചക്രവർത്തി മണ്ഡലത്തിലായവൻ. തന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ തന്റെ യൗവനത്തിന്റെ മധ്യത്തിലേ ആയുള്ളൂ. നല്ലൊരു യൗവനക്കാരനായപ്പോൾ തന്നെ എനിക്കിനി രാജ്യങ്ങളെ വെട്ടിപ്പിടിപ്പാൻ സ്ഥലമില്ലല്ലോ, എനിക്ക് തോൽപ്പിപ്പാൻ രാജാക്കന്മാരില്ലല്ലോ എന്ന് പരിതപിച്ചവനായിരുന്നു. സ്തോത്രം. അലക്സാണ്ടർ. പക്ഷേ ഒരു സമയത്ത് തന്റെ സുപ്രീം ഗ്ലോറിയിൽ, തന്റെ മഹത്വത്തിന്റെ ഔന്നത്യത്തിലായിരിക്കുമ്പോൾ വിഷബാധയേറ്റ് അലക്സാണ്ടർ രോഗക്കിടക്കയിൽ വീണു. തന്റെ രാജ്യത്തിലെ ഡിപ്ലോമാറ്റ്സിനെ, ഉന്നതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു: ഇതാ ഞാൻ വിഷബാധയേറ്റ് വീണിരിക്കുന്നു, ഇനി ഞാൻ എഴുന്നേൽക്കത്തില്ല, ഞാനിതാ മരിപ്പാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ ഞാൻ മരിക്കുമ്പോൾ ഇത്രയും ധനികനും ഇത്രയും ഉന്നതനുമായ രാജാവാകുന്ന ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നുമേ കൊണ്ടുപോയിട്ടില്ല എന്ന് മുഴു ലോകവും അറിയേണ്ടതിന് വേണ്ടി എൻ്റെ ശവപ്പെട്ടിയിൽ 2 ദ്വാരമുണ്ടാക്കി നിങ്ങൾ എന്നെ അടക്കണം. അതേ, അവന്റെ രാജ്യക്കാർ അങ്ങനെ തന്നെ ചെയ്തു. അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചപ്പോൾ തന്റെ ശവപ്പെട്ടിയിൽ 2 ദ്വാരമുണ്ടാക്കി ഒഴിഞ്ഞ കൈകളായി തന്നെ അടക്കി. ലോകം മുഴുവൻ കണ്ടു. ഒന്നും അലക്സാണ്ടർ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോയതേ ഇല്ല. അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി തുടങ്ങി, ഒന്നുമില്ലാത്തവനായി തീർന്നു. വീണ്ടും അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി തുടങ്ങി, ഒന്നുമില്ലാത്തവനായി തീർന്നു. പക്ഷേ ഇന്ന് രാത്രി ചരിത്രമല്ല നമ്മുടെ വിഷയം, തേജസ്സിന്റെ സുവിശേഷമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തോന്നിയ നേരത്തല്ല, കാല സമ്പൂർണ്ണത വന്നപ്പോൾ അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശുമേൽ അവൻ മരിച്ചു. ആരോപനെ കൊന്നതല്ല, നിന്റെ പാപം ഏറ്റെടുത്ത്, നിന്റെ ശാപം ചുമന്ന്, നിന്റെ ദാരിദ്ര്യം ഏറ്റെടുത്ത്, നിന്റെ ദുഃഖത്തെ ഏറ്റെടുത്ത്, നിന്റെ രോഗങ്ങളെ ചുമന്ന് യേശു കർത്താവ് നിന്റെ മരണത്തിന്റെ കയ്പ് പോലും ആസ്വദിച്ച് യേശു ക്രൂശിന്മേൽ മരിച്ചു.
തീർന്നില്ല. വേദപുസ്തകം പറയുന്നു, തിരുവചന പ്രകാരം അവൻ മരിച്ചു, തിരുവചന പ്രകാരം അവൻ അടക്കപ്പെട്ടു, തിരുവചന പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റ്. ഇന്ന് രാത്രി യേശു ജീവിക്കുന്നു. ഒരാളിനെ കൂടെ തൊട്ട് പറഞ്ഞാട്ട് യേശു ജീവിക്കുന്നു. പെട്ടെന്ന് പറ, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നീയും ജീവിക്കും. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദൈവാതി ദൈവമായി യേശു ജീവിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല, ഒരിക്കൽ കൂടെ പറയട്ടെ. As the King of King and the Lord of Lord, God of God, രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദൈവാതി ദൈവമായി യേശു കർത്താവ് ജീവിക്കുന്നു. അതെ, ഈ രാത്രി ചങ്ങനാശ്ശേരി കേൾക്കട്ടെ, ഭൂമിയിൽ ഉന്നതന്മാരുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ദൈവം അത്യുന്നതനത്രേ. ഭൂമികൾ രാജാക്കന്മാരുണ്ടായിരിക്കാം, എൻ്റെ ദൈവം രാജാതി രാജാവത്രേ. സ്തോത്രം. അതെ, എബ്രായ ലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ എബ്രായ ലേഖനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നു, യേശു കർത്താവ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ, മോശയെക്കാളും വലിയവൻ, യോശുവയെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, അബ്രഹാമിനേക്കാൾ വലിയവൻ, മൽക്കീശേദെക്കിനേക്കാൾ വലിയവൻ, സമാഗമന കൂടാരത്തെക്കാൾ വലിയവൻ, കൂടാരത്തിന്റെ 5 യാഗങ്ങളെക്കാൾ വലിയവൻ. എബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ വിശുദ്ധന്മാരെക്കാൾ വലിയവൻ, ലീഡേഴ്സിനേക്കാൾ, ആത്മീയ നേതൃത്വത്തെക്കാൾ യേശു വലിയവനെന്ന് യേശുവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പുസ്തകമാണ്. യേശു കർത്താവിന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. പുതിയ നിയമത്തിലെ പഴയ നിയമമായ എബ്രായ ലേഖനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തി പറയുന്നു, അവൻ മറ്റാരെക്കാളും വലിയവനാണ്. ഇന്ന് രാത്രി നീ മൗനമായിരുന്നാലും ഞാൻ വളരെ ശക്തമായി പറയട്ടെ, പരിശുദ്ധാത്മാവ് പ്രാസംഗിനെ വലുതാക്കത്തില്ല, പരിശുദ്ധാത്മാവ് ലോക്കൽ സഭയെ വലുതാക്കത്തില്ല, രോഗശാന്തിയും സ്നേഹിന്റെ സ്പിരിറ്റിനെയും തുള്ളിച്ചാട്ടത്തെയും പരിശുദ്ധാത്മാവ് വലുതാക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഒരുത്തനെ മാത്രമേ ഉയർത്തത്തുള്ളൂ. നസ്രേന യേശുവിനെ മാത്രം ഉയർത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. Come on, come on, come on. 2 കരങ്ങളെ ഉയർത്തി ആ കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. ഈ അന്തരീക്ഷം മാറുകയാണ്, ഈ അന്തരീക്ഷം മാറുകയാണ്. Come on, എല്ലാവരും ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നീ നിറയപ്പെടുമ്പോൾ യേശുവിനെ നീ ഉയർത്തുകയാണ്. നീ യേശുവിനെ ഉയർത്തുന്നെങ്കിൽ നിന്നെ താഴ്ത്തുവാൻ ആർക്കും ഒരിക്കലും കഴിയത്തേയില്ല. തിരുവചനം പറയുന്നു, അതേ പഴയ നിയമത്തിലെ രാജാക്കന്മാരെക്കാളും കർത്താവ് യേശു വലിയവനെന്ന് എബ്രായ ലേഖനം അതേ സ്തോത്രം വ്യക്തമായി പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 7:2 വായിക്കുമ്പോൾ ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, അവൻ സമാധാനത്തിന്റെ രാജാവ്. യേശു കർത്താവ് രാജാതി രാജാവെങ്കിൽ അവന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് he is the king of peace. അവൻ സമാധാനത്തിന്റെ രാജാവ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, സമാധാനത്തിന്റെ രാജാവ്. ഒരിക്കൽ കൂടെ, സമാധാനത്തിന്റെ രാജാവ്. ഇന്ന് രാത്രി 2 കൂട്ടർ എന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഒന്ന് സമാധാനമില്ലാത്ത വലിയൊരു കൂട്ടം, മറ്റൊന്ന് സമാധാനമുള്ളതായ ഒരു ചെറിയ കൂട്ടം. ലോകത്തിന് വലിയൊരു കൂട്ടത്തിന് സമാധാനമില്ല, ഒരു ചെറിയ കൂട്ടത്തിന് സമാധാനമുണ്ട്. ആർക്കാണ് സമാധാനം ഇല്ലാത്തത്? ദുഷ്ട മനുഷ്യർക്ക് സമാധാനം ഇല്ല. അർത്ഥം, യേശു കർത്താവ് ഇല്ലാത്തവർക്ക്, സമാധാന പ്രഭുവിന്റെ സാന്നിധ്യം ഇല്ലാത്തവർക്ക് സമാധാനം ഇല്ല. എന്നാൽ കർത്താവ് യേശുവിന്റെ സാന്നിധ്യമുള്ളവർക്ക്, ഹൃദയത്തിൽ യേശു ഉള്ളവർക്ക്, അവർക്ക് ലോകം തരാത്ത ദൈവിക സമാധാനം ഉണ്ട്. എത്ര വലിയ പദവി ഉണ്ടെങ്കിലും, പണമുണ്ടെങ്കിലും, സ്ഥാനമുണ്ടെങ്കിലും, സഹോദരനെ സഹോദരിയെ, യേശു നിന്റെ ജീവിതത്തിലില്ലയോ, നിനക്ക് സമാധാനമില്ല. യെശയ്യാ 48:22 അവണ്ണം തന്നെ പറയുന്നു, there is no peace for the wicked. ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് ദൈവം പറയുന്നു. ഇന്ത്യ ടുഡേ എന്ന സെക്യുലർ മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരികയുണ്ടായി. ജേക്കാർ എന്ന് പേരുള്ളതായ ഒരു മറാഠി ഒരു എഴുത്തുകാരി എഴുതി. അവൾ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സ്നേഹിതയാണ്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് പുൽപുൽ ജേക്കാറിനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നോക്ക് പുൽപുൽ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ലോക പ്രസിദ്ധിയാണ്, കോടിക്കണക്കിന് ജനത്തെ ഞാൻ ഭരിക്കുന്നു, ലക്ഷക്കണക്കിന് ജനം എന്നെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നു, എനിക്ക് പദവിയുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ എനിക്ക് സമാധാനമില്ല. ജയ്ക്കാർ ചോദിച്ചു, സ്തോത്രം, അയ്യോ മാഡം, അങ്ങക്ക് എന്താണ് സമാധാനമില്ലാത്തത്? അവർ പറഞ്ഞു, അർദ്ധരാത്രി വരെ എൻ്റെ ഓഫീസിൽ നിന്ന് ഫയലുകളെ ഞാൻ നോക്കിവിടും, എന്നിട്ട് ആ ഫയലുകൾ നോക്കിവിട്ടിട്ട് അല്പം ഗോതമ്പ് കഞ്ഞി കഴിച്ച് എൻ്റെ ബെഡ്റൂമിൽ പോയി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിലം തൊടാതെ നാക്കും പുറത്തേക്കിട്ട് വെള്ളസാരി ചുറ്റി തലമുടി പിരിച്ചിട്ട് ഒരു ഭീകര സത്വം എൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കാണും. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ പറയാൻ പ്രധാനമന്ത്രിയുടെ റൂമില് ഭൂതം ചുറ്റും, പക്ഷേ അത്യുന്നതനും മറവിലും സർവശക്തനും നിഴലും കീഴിൽ പാർക്കുന്നവന് ഓരോ
നിലത്ത് കാല് തൊടാതെ നാക്ക് പുറത്തേക്കിട്ട് തലമുടി സ്തോത്രം പിരിച്ചിട്ട് ഒരു ഭീകര സ്വത്വം എൻ്റെ റൂമിലിതാ സ്തോത്രം ഉലാവുകയാണ്. ഞാൻ വീണ്ടും അലറി വിളിക്കും. എനിക്ക് ഉറക്കമില്ല. ദിവസങ്ങളായി ആഴ്ചകളായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് സമാധാനമില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നാറുന്ന രാഷ്ട്രീയമല്ല, പകരം തേജസ്സിന്റെ സുവിശേഷം മാത്രമേ. എത്ര വലിയ പദവിയുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും സമ്പാദ്യമുണ്ടെങ്കിലും യേശുവില്ലയോ നിനക്ക് സമാധാനം ഇല്ല. എന്നാൽ ഇന്ന് രാത്രി സമാധാനമില്ലാത്ത സഹോദരിയെ കുടുംബമേ, കാളപ്പോരും പാമ്പിൻ പോരും പോലെ, കോഴിപ്പോരും പോലെ, കാളപ്പോരും കോഴിപ്പോരും പാമ്പിൻ പോരും പോലെ പോർക്കള മണ്ഡലങ്ങളായി നിന്റെ ജീവിതം ഈ ദിവസം കിടക്കുന്നുവെങ്കിൽ ഒരു മതസമ്മേളനത്തിനല്ല നീ വന്നിരിക്കുന്നത്. നീ വരേണ്ടടുത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അവസാന സെക്കൻഡ് വരെ നീ വരണമെന്ന് വിചാരിച്ചതല്ല. ഇന്നലത്തെ പോലെ മഴ വരുമോ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ നോക്കിയതാണ്. പക്ഷെ നീ വന്നതല്ല, ദൂതൻ ഇറക്കി നിന്നെ കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് രാത്രി സമാധാനം, നദി പോലുള്ള ഒരു സമാധാനം നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ദൈവിക സമാധാനം ശ്രദ്ധിച്ച് കേൾക്ക വിശ്വാസിയെ. ഈ യോഗത്തിൽ നല്ലൊരു അടിസ്ഥാനമാണ് ദൈവാത്മാവ് ആദ്യം ഇടുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്ക്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു അതേ സമാധാന ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രശ്നമില്ലാത്ത ജീവിതമല്ല. പ്രശ്നമില്ലാത്ത ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ചിലർ പറയുന്നു സ്തോത്രം അതേ തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ. വേറെ ചിലർ പറയുന്നു സ്തോത്രം അതേ എന്നും കഷ്ടത മാത്രമേ ഉള്ളൂ. രണ്ടും കൾട്ടാണ്, രണ്ടിലും നീ പോകല്ലേ. എന്നാൽ ബാലൻസ് ചെയ്ത് നിങ്ങൾ മിണ്ടുന്നില്ല, അടുത്ത വർഷം വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം അതേ ഒരു വശത്ത് ചിലർ പറയുന്നു തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ, നിനക്ക് പ്രശ്നമൊന്നുമില്ല. വേറൊരു വശത്ത് സ്തോത്രം ചിലർ പറയുന്നു ദൈവമക്കളെ നമുക്ക് കഷ്ടത മാത്രമേ ഉള്ളൂ. രണ്ടും തെറ്റാണ്. എന്നാൽ കർത്താവിന്റെ തേജസ്സിലെ സുവിശേഷം പറയുന്നു നീ തീയിൽ കൂടെ കടന്നു പോകേണ്ടി വരും, നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും, നീ തീയിൽ കൂടെ കടന്നു പോകേണ്ടി. അതിന്റെ നടുവിൽ നീ അനുഭവിക്കുന്ന പണത്തിന് തരുവാൻ കഴിയാത്ത, ബോട്ടിന് തരുവാൻ കഴിയാത്ത, സിഗരറ്റിന് തരുവാൻ കഴിയാത്ത, ഇന്റർനെറ്റിന് തരുവാൻ കഴിയാത്ത, പോർണോഗ്രഫിക്ക് തരാൻ കഴിയാത്ത, ഫ്രണ്ട്സിന് തരുവാൻ കഴിയാത്ത. അദ്ദേഹം രാജാവായപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വാളുകളെ ഉറയിലിടൂ, ആയുധം നിലത്തിടൂ, പകരം സ്തോത്രം കയ്യിൽ പെയിന്റ്, അതേ കയ്യിൽ ചിത്രം വരയ്ക്കുന്ന ബ്രഷ് എടുക്കൂ. ആയിരക്കണക്കിന് ജനം ചിത്രം വരയ്ക്കാൻ തുടങ്ങി. കാരണം രാജാവ് പറഞ്ഞു ഏറ്റവും നല്ല ചിത്രത്തിന് സ്തോത്രം അതേ നല്ല പ്രൈസ് തരും, നല്ല ഇനാം തരാം. ആയിരക്കണക്കിന് ജനം സമാധാനത്തെ കുറിച്ച് ചിത്രം വരയ്ക്കുകയാണ്. ദീർഘമായ 2 സെഞ്ചുറി 200 വർഷത്തെ യുദ്ധത്തിന് ശേഷം ആയിരങ്ങൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. നല്ലൊരു ചിത്രത്തിന് സമ്മാനം ലഭിച്ചു. ലോകപ്രസിദ്ധമായ ആ ചിത്രത്തിന്റെ സ്തോത്രം ചിത്രം ഈ പ്രകാരമാണ്. ആകാശം മുഴുവൻ കരിമ്പടം പോലെ കറുത്തിരിക്കുന്നു. തുള്ളിക്ക് ഒരു കുടം എന്ന ക്രമത്തിൽ ശക്തമായി ഇതാ മഴ പെയ്യാണ്. ചക്രവാളത്തിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ കൊള്ളിയാൻ മിന്നുന്നു. ഇടിനാദത്താൽ അന്തരീക്ഷം പ്രകമ്പരമായിരിക്കുന്നു. ക്ലോക്കിന്റെ പിൻഡുലം ആടുന്നത് പോലെ കവിഞ്ഞൊഴുകുന്നതായ ഒരു നദിയുടെ കരയിൽ നിന്ന് ഒരു വൃക്ഷം ഇതാ ആടിക്കൊണ്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരത്തിൽ കണ്ണടച്ച് ഒരു കുരുവിയിരുന്ന് പാട്ട് പാടുന്നു. താഴെ താൻ എഴുതി ആ കുരുവിയുടെ അവസ്ഥ അതത്രേ സമാധാനം. ഭയങ്കര കൊള്ളിയാനാണ്. ശക്തമായി മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, മരമാടുന്നു. ആ കാറ്റ് അല്പം കൂടെ നന്നായി വീശിയാൽ സ്തോത്രം കരണം മറിഞ്ഞ വെള്ളത്തിലേക്ക് വീഴും. പക്ഷെ നാളെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞ് അത് കണ്ണടച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് സമാധാനം. നിനക്ക് തീയുണ്ട്, നിനക്ക് പ്രശ്നമുണ്ട്, നിനക്ക് വെല്ലുവിളിയുണ്ട്, ഏതൊക്കെ പ്രതികൂലങ്ങൾ നിന്നെ കുറിച്ച് നോക്കുന്നു. പക്ഷെ ഇന്ന് രാത്രിയിൽ നീ വെറുതെ കൈയും കെട്ടി വെറുതെ ഇരിക്കാതെ പറയും എന്നോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ. എന്റെ വശത്ത് 1000 പേരും എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവയ്ക്ക് എന്നോട് അടുത്ത് വരുവാൻ കഴിയുകയില്ല. അതിന്റെ പേരത്രേ സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു തന്റെ 12 ശിഷ്യന്മാരുമായി തിബരിയാസ് കടലിലൂടെ ഇതാ യാത്ര ചെയ്തു. കാറ്റടിച്ചു, തിരമാല പൊങ്ങി, ബോട്ടിലേക്ക് ഇതാ വെള്ളം സ്തോത്രം ഇരച്ച് കയറാൻ തുടങ്ങി. ശിഷ്യന്മാർ നിലവിളിച്ചു. പക്ഷെ യേശു മയങ്ങിയല്ല, യേശു ഉറങ്ങിയായിരുന്നു. മർക്കോസ് 4:36 പറയുന്നു അമരത്ത് തലയണ വെച്ച് അവൻ ഉറങ്ങിയായിരുന്നു. തലയണ ഇല്ലായിരുന്നെങ്കിൽ മയക്കമെന്ന് പറയാം, എന്നാൽ തലയണ ഉള്ളത് കൊണ്ട് നല്ല ഉറക്കമാണ്. എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ഇപ്രകാരം ചോദിച്ചു, യേശുവേ സ്തോത്രം, ഇത്രയും കാറ്റ് കണ്ടില്ലയോ, തിരമാല കണ്ടില്ലയോ, ഇത്രയും ഓസിലേഷൻ കണ്ടില്ലയോ, പടക ഇളകി ആടുകയാണ്, നീ എന്താ അങ്ങക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റിയത്? യേശു കർത്താവ് പറയും സ്തോത്രം, സുരേഷ ഈ കൊടുങ്കാറ്റ് എനിക്കൊരു ഫാൻ കാറ്റ് പോലെയാണ്.
ഈ കൊടുങ്കാറ്റ് എനിക്ക് ഫാൻ കാറ്റാണ്. ഇതിന് എന്നെ മുക്കാൻ പറ്റത്തില്ല. ഇതിന് എന്നെ മുക്കാൻ പറ്റത്തില്ല. എൻ്റെ റിമോട്ട് കൺട്രോൾ ഈ കാറ്റിൻ്റെ കയ്യിലല്ല, എൻ്റെ പിതാവിൻ്റെ കയ്യിലത്രേ എൻ്റെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത്. കമാൺ കമാൺ. അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്, അനുഭവിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്. യേശുവിൻ്റെ നാമത്തിൽ നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, ആ പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രതിസന്ധി ഉണ്ടല്ലോ, അതിന് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, അതിന് നിന്നെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. അതിൽപ്പെട്ട് നീ തകർന്നു പോകത്തില്ല. ഇന്ന് രാത്രി നിന്നിൽ വ്യാപരിക്കുന്ന ഒരാത്മ സാന്നിധ്യത്തിൽ നീ വിളിച്ചു പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പഞ്ഞിതല്ല എന്റെ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും, മതിൽ ചാടിക്കടക്ക്. ഹല്ലേലൂയ. ചുറ്റുമിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, അതിനെ നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പറ, അതിനെ നമ്മളെ തകർക്കാൻ പറ്റത്തില്ല, അതിന് നമ്മളെ തകർക്കാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റിന്റെ നടുവിലും ഉറങ്ങിവൻ, തിരമാലയുടെ മധ്യത്തിലും ഉറങ്ങിവൻ. ആ സ്തോത്രം, അവനാണ് സമാധാന പ്രഭു. കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും തിരമാലയുടെ മധ്യത്തിലും മരണം മരണമെന്ന് 12 എണ്ണം നിലവിളിക്കുമ്പോഴും കർത്താവ് യേശുവിന് ഉറങ്ങുവാൻ കഴിയുമെങ്കിൽ ആ യേശു ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിന്റെ ഭാഷ സമാധാനമല്ല, പ്രാസംഗന സമാധാനമല്ല, കൊടുങ്കാറ്റിൽ ഉറങ്ങാൻ പറ്റിയ യേശുവിന്റെ സമാധാനം, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഭയം മാറിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ. ഓ ദൈവിക സമാധാനം ഓരോ ഉള്ളങ്ങളിലും ഇല്ലങ്ങളിലും, ഓരോ ഉള്ളങ്ങളിലും ഇല്ലങ്ങളിലും ദൈവിക സമാധാനം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. യേശു ഈ രാത്രി നിന്റെ ജീവിത പടകിൽ നിനക്കായി എഴുന്നേൽക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകത്തിനത് തരുവാൻ കഴിയത്തില്ല, ലോകത്തിനത് എടുപ്പാൻ കഴിയത്തില്ല, ലോകത്തിനത് തരുവാൻ, മദ്യത്തിനത് തരുവാൻ കഴിയത്തില്ല, മദ്രാക്ഷിക്കത് തരുവാൻ കഴിയത്തില്ല, ഫ്രണ്ട്സിന് തരുവാൻ കഴിയത്തില്ല, ലോകത്തിനത് എടുപ്പാനും കഴിയത്തില്ല. ഫിലിപ്പിയർ 4:7 പറയുന്നു, the peace that passes all understanding, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. കാവൽക്കാരുടെ ഇടയിൽ നാളത്തെ ദിവസം തല മുറിക്കും, തല കൊയ്യുമെന്ന് പറഞ്ഞതായ ലോക്കൽ രാജാവിൻ്റെ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ പത്രോസ് കിടന്നുറങ്ങിയാണ്. ഇന്നത്തെ കാലം പോലെ ആയിരുന്നെങ്കിൽ എല്ലാ ചാനലും ബ്രേക്കിംഗ് ന്യൂസ്. നാളെ രാവിലെ അവൻ്റെ തല കൊയ്യാൻ തീരുമാനിച്ചു, നാളെ രാവിലെ അവൻ്റെ തല കൊയ്യാൻ തീരുമാനിച്ചു. എല്ലാ ചാനലും ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ പുള്ളിക്കാരൻ കിടന്നുറങ്ങാം. തനിക്കെങ്ങനാണോ പത്രോസെ ഉറങ്ങാൻ പറ്റുന്നത്? അത് ലോക്കൽ രാജാവാണ് എൻ്റെ തല കൊയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ രാജാതി രാജാവ് പറഞ്ഞു, രാജാതി രാജാവ് പറഞ്ഞു, നീ ഇപ്പോ യൗവനക്കാരനാ, നീ ഇപ്പൊ മധ്യവയസ്കനാ, പക്ഷെ നീ വൃദ്ധനായ ശേഷം നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൈകെട്ടി കൊണ്ടുപോകും. അർത്ഥം, ഇന്ന് രാത്രി നിനക്കുള്ള ദൂത് ഇതാണ്. നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾക്കായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാഗ്ദത്തമുള്ളവൻ ദൈവത്തിന് നന്ദി പറയട്ടെ. നിനക്കൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ നോർത്ത് കൊറിയയുടെ അണുബോംബ് നിന്റെ തലയിൽ വീണാലും അത് റബ്ബർ ബോൾ പോലെ തെറിച്ചു പോകത്തേയുള്ളൂ. കാരണം വാഗ്ദത്തം നിറവേറുന്നതിന് മുൻപ് നിന്നെ കൊല്ലുവാൻ ആർക്കും കഴിയത്തില്ല. ലോക്കൽ രാജാവ് പറഞ്ഞു, ഞാൻ നിന്റെ തല കൊയ്യുമെന്ന്. പക്ഷെ രാജാതി രാജാവ് പറഞ്ഞു, നോ. ഇന്ന് രാത്രി ഉന്നതന്മാർ നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടായിരിക്കും. തിരുവനന്തപുരത്തും ഡൽഹിയിലും വരുന്ന ഉന്നതന്മാർ നിനക്കെതിരെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ, തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ഈ ഉച്ചയ്ക്ക് ശേഷം യാത്ര പുറപ്പെട്ട ഹെവി ട്രാഫിക്കും കഴിഞ്ഞ് നിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന എൻ്റെ നാവിൽ ദൈവം നൽകുന്നതായ പ്രൊഫറ്റിക് ദൂത്, പ്രവചന ദൂത് ഇതാണ്. ഉന്നതന്മാരെ കണ്ട് പേടിക്കല്ല, കാരണം അത്യുന്നതൻ നിനക്കായി ജാഗരിക്കുന്ന, ഉന്നതന്മാർക്കും ഇതേ അത്യുന്നതനായി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സമാധാനങ്ങൾ വിട്ടുപോകട്ടെ, ഭയം മാറിപ്പോകട്ടെ, ഭീരുത്വം നീങ്ങിപ്പോകട്ടെ, നിരാശ മറയട്ടെ. സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുകണങ്ങൾ ഉരുകുന്നത് പോലെ സകല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കാരണം യേശു സമാധാന പ്രഭു, യേശുവിന്റെ സമാധാനം നിനക്ക് ആവശ്യമാണ്. രണ്ട് കരങ്ങളെ ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി, രണ്ട് കരങ്ങളെ ഉയർത്തി. ഇന്ന് രാത്രി
രാത്രി യേശുവിനോട് പ്രാർത്ഥിച്ചാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നൂറുകണക്കിന് ഹൃദയങ്ങൾ ഇന്ന് രാത്രി ഒരുവൻ തട്ടി വിളിക്കുകയാണ്. പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയല്ല, രാജാതി രാജാവ് നിന്റെ ഹൃദയത്തിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ അവിടെ നിന്ന് കടന്നു വരണമേ, എൻ്റെ ഭവനത്തിൽ അവിടെ നിന്ന് കടന്നു വരണമേ. വായ് തുറന്ന് പറ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ അവിടെ കടന്നു വരണമേ, എൻ്റെ ഭവനത്തിൽ അവിടെ നിന്ന് കടന്നു വരണമേ. ഓ, അങ്ങയുടെ സമാധാനം എനിക്ക് ആവശ്യം. ശബ്ദമുയർത്തി പറയുമോ, അങ്ങയുടെ സമാധാനം എനിക്ക് വേണം, അങ്ങയുടെ സമാധാനം എനിക്ക് വേണം. കാണും അവിടുന്ന് സമാധാനത്തിന്റെ രാജാവ്. രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. കൈയടിക്ക്, നിങ്ങൾ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. നമ്പർ 2, രണ്ടാമത്തെ വേദപുസ്തകം പറയുന്നു, രാജാതി രാജാവ് യേശു കർത്താവിന്റെ പ്രത്യേകത. ഓ, എബ്രായർ 7:2 വായിക്കുമ്പോൾ അവൻ നീതിയുടെ രാജാവ്, അവൻ നീതിയുടെ രാജാവ്. അടുത്തിരിക്കുന്ന ആളെ ഹൈഫൈ കൊടുത്ത് പറഞ്ഞാട്ടെ, നീതിയുടെ രാജാവ്. പെട്ടെന്ന് പറ, നീതിയുടെ രാജാവ്. യേശു കർത്താവ് നീതിയുടെ രാജാവ്. സഹോദരങ്ങൾ, ഇത് നീതി തരാത്ത ലോകമാണ്, ഇത് ചിരിച്ച് ചതയ്ക്കുന്ന ലോകമാണ്, ഇത് കൂടെ നിന്ന് കുതികാൽ വെട്ടുന്ന ലോകമാണ്. ഈ ലോകത്തെ നിനക്ക് നമ്പുവാൻ കഴിയത്തില്ല. യേശു കർത്താവിനെ വളരെ നന്നായി അതറിയാം. 2000 വർഷങ്ങൾക്കും അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന നിങ്ങൾ ഭാഗ്യമുള്ളവർ. യേശുവിന് വളരെ നന്നായി അറിയാം ഈ ലോകം നിനക്ക് നീതി തരത്തില്ല എന്ന്. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, എനിക്ക് നീതി കിട്ടാത്തപ്പോൾ ഞാൻ ഏത് കോടതിയിലാണ് പോകേണ്ടത്? എനിക്ക് നീതി കിട്ടാത്തപ്പോൾ ഏത് പോലീസ് ഓഫീസറെയാണ് ഞാൻ കാണേണ്ടത്? ശ്രദ്ധിക്ക, നീതി കിട്ടാത്തവനായിരുന്നു യേശു. യേശു സ്തോത്രം, ജനിക്കുന്നതിന് മുമ്പേ ഈ ലോകം യേശുവിനെ വെറുത്തു. ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. ഡെയിലി അപകടങ്ങൾ കണ്ടുവന്നവനാണ് യേശു. അനീതിയുടെ സിംബലായിരുന്നു യേശു. അത് യേശുവിനെ അറസ്റ്റ്, കോറം തികയാത്ത സെൻഹദരീൻ സംഘമാണ് യേശുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് അനീതിയായിരുന്നു. കുറ്റം തെളിയുന്നതിന് മുമ്പേ അവനെ അടിച്ചു, അവനെ തല്ലിയത് അനീതിയായിരുന്നു. അവനെ ചാട്ടവർണ്ണ അടിച്ചു തകർത്തു, അനീതിയായിരുന്നു. കുറ്റം തെളിയാതെ 1200 മീറ്റർ ക്രൂശിപ്പാൻ വേണ്ടി ക്രൂശ് ചുമപ്പിച്ചു, അനീതിയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാനോ മോശ പിച്ചള സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പ്രവചിച്ച യേശു ക്രൂശിൽ ഉയർന്നപ്പോൾ മനസ്സിലാക്കണം, അനീതിയുടെ ചിഹ്നമായി അവൻ ഉയർത്തപ്പെട്ടു. അനീതിയുടെ ചിഹ്നമായി യേശു കർത്താവ് ഉയർത്തിയത്. ഓ, അതെ, ചങ്ങനാശ്ശേരിയിലും പരിസരത്തും നീ ദൈവത്തിന്റെ നീതിയുടെ ചിഹ്നമായി ഉയർത്തപ്പെടേണ്ടതിന് വേണ്ടി യേശു കർത്താവ് അനീതിയുടെ ചിഹ്നമായി ഉയർത്തപ്പെട്ടു. കേൾക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതേ, നീതി കിട്ടാതെ വന്നപ്പോൾ യേശു കർത്താവ് സ്തോത്രം പരാതി പറഞ്ഞതേയില്ല. യെശയ്യാ പ്രവചനം 53:7 പറയുന്നു, രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ മൗനമായിരുന്നു. ദൂത് ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ വീട്ടിൽ നീതി കിട്ടാതിരിക്കുമ്പോ, ഓഫീസിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എന്തിനേറെ പറയുന്നു, സഭയിലാകട്ടെ, നിനക്ക് നീതി കിട്ടാതെ ഇരിക്കുമ്പോൾ നീ ഓരിയിടുന്ന ചെന്നായ പോലെ ആകല്ല. പകരം രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടാകുന്ന യേശുവിനെ ധ്യാനിച്ച് കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്ത് നീ മിണ്ടാതിരുന്നാൽ, കേൾക്കുന്നില്ലല്ലോ, നീ മിണ്ടാതിരുന്നാൽ സ്വർഗം മിണ്ടാതിരിക്കത്തില്ല. കാരണം യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. നീതി കിട്ടാത്ത വ്യക്തികളെ, നീതി കിട്ടാത്ത ഉദ്യോഗസ്ഥനെ, നീതി കിട്ടാത്ത പാസ്റ്ററെ, യുദ്ധം നിന്റെതല്ല. കർത്താവ് ഇന്ന് രാത്രി നിരോധി പറയുന്നു, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. ശത്രു ഒരു വഴിയായി വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. മറ്റുള്ളവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, ഫേസ്ബുക്ക് കൊണ്ടും വാട്സപ്പ് കൊണ്ടും പെന്തിക്കോസ് ഗൂഢാലോചന കൊണ്ടും നിന്നെ തല്ലി തകർക്കുമെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അവരുടെ നടുവിൽ നിന്റെ പേരിൽ ഒരു പ്രത്യേക കൊയ്ത്ത് ഞാൻ നിനക്കായി വച്ചിട്ടുണ്ട്. കാരണം ഞാൻ നീതിയുടെ ദൈവമാണ്, ഞാൻ നീതിയുടെ ദൈവം. പോരാ 4 പേരെ തൊട്ട് പെട്ടെന്ന് പറ, 4 പേരെ തൊട്ട് മുഖത്തോക്കി പറ, യേശു നീതിയുടെ രാജാവാ. പെട്ടെന്ന് പറ, യേശു നീതിയുടെ രാജാവാ, യേശു നീതിയുടെ രാജാവാ, കർത്താവ് നീതിയുടെ രാജാവാ. നീ വാ തുറക്കല്ലേ, നീ വക്കാലത്ത് കൊടുക്കല്ലേ, നീ കോടതി വരാതെ കയറി ഇറങ്ങല്ലേ, നീ പോലീസുകാരുടെ മുമ്പിൽ മുട്ടുമടക്കല്ലേ,
മുട്ടുമടക്കല്ലേ, നീ ദൈവത്തിന് മുൻപിൽ മാത്രം മുട്ടുമടക്ക്. നിന്റെ 2 ചപ്പൽ സുവിശേഷത്തിന് വേണ്ടി ഓടാനുള്ളതാണ്, അല്ലാതെ കോടതി വരാന്തിയിൽ നടന്ന് തേയാനുള്ളതല്ല. ഓ കമോൺ, നിങ്ങൾ കേട്ടില്ല, ഞാൻ പോവാ. സ്തോത്രം. നിന്റെ 2 ചപ്പൽ സുവിശേഷത്തിന് വേണ്ടി ഇന്ത്യ ഗ്രാമങ്ങളിൽ, ഇന്ത്യയുടെ പട്ടണത്തിൽ ഓടേണ്ടതാണ്, അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കോടതി വരാന്തയിൽ ഓടേണ്ടവനല്ല. മുട്ടുമടക്കി കാര്യം ന്യായമായി വിധിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗബദ എന്നറിയപ്പെടുന്ന കൽത്തളത്തിൽ 600 പടയാളികൾ യേശുവിനെ അടിച്ചു തകർക്കുകയാണ്. എല്ലാം അവന്റെ നേരെ വന്നു. പട്ടാളമെല്ലാം എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർ പറയുന്നു മോർ ദാൻ 600 സോൾജേഴ്സ്, 600-ലധികം പടയാളികൾ യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നു. ഓ സ്തോത്രം. 2 കൈകൾ മുന്നിലേക്കും 2 കാലുകൾ പിന്നിലേക്കും കെട്ടിക്കിട്ട് ഒരു പടയാളി വലതും വേറൊരു പടയാളി ഇടതും നിന്ന് യേശു കർത്താവിനെ അടിച്ച് തകർത്തു. അതേ കലപ്പ വെച്ച് കൂടുമ്പോൾ ഉഴവചാലുകൾ കീറപ്പെടുന്നത് പോലെ ശാരോലയുടെ പനിനീർ പുഷ്പം താഴ്വരയിലെ താമര പൂവുമായ യേശു കർത്താവിന്റെ മനോഹരമായ ശരീരം ഇതാ തകർക്കപ്പെട്ടു. സാധാരണ നിലയിൽ മറ്റുള്ള ഒരുവനെ അടിച്ചു തകർക്കുമ്പോൾ 1/2 കിലോമീറ്ററിലധികം അവൻ നിലവിളിച്ച് അലറിക്കരയുന്ന ശബ്ദം കേൾക്കും. പക്ഷെ വേദ പുസ്തകം പറയുന്നു യേശു കർത്താവ് വായ തുറന്നതേ ഇല്ല, അവൻ മൗനം ആയിരുന്നു. വേദന ഇല്ലാഞ്ഞിട്ടല്ല, തടുക്കാൻ കഴിയാഞ്ഞിട്ടും അല്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അയ്യോ 600 പടയാളികളെ കൈപിടിപ്പാൻ കഴിവില്ലാത്തവനാണോ യേശു? അല്ലേ, അല്ല. ഓ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ബലഹീനൻ അല്ല, അവൻ ബലവാനാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ രാജാവ്, അന്നത്തെ ഏറ്റവും വലിയ സൈന്യം, അന്നത്തെ ഏറ്റവും വലിയ സ്തോത്രം, അതേ ആയുധ ശേഷിയുള്ള സൈന്യം ഇസ്രായേൽ ജനത്തെ ഇതാ പിന്തുടരുമ്പോൾ ബൈബിൾ പറയുന്നു എൻ്റെ ദൈവം ഒന്ന് നോക്കി. മേഘങ്ങളിൽ നിന്ന് യഹോവ ഫറവോനെ നോക്കിയപ്പോൾ ദൈവത്തിന്റെ ഒറ്റ നോട്ടത്തിൽ മിണ്ടുന്നില്ലല്ലോ ദൈവത്തിന്റെ ഒറ്റ നോട്ടത്തിൽ അന്നത്തെ സൈന്യം സമുദ്രത്തിന് നടുവിൽ തകർക്കപ്പെട്ടു. എന്റെ ദൈവത്തിന്റെ ഒറ്റ നോട്ടം മതി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ദുർഭൂതങ്ങൾ നിന്നെ തുറച്ചു നോക്കിയാലും നീ ഭയപ്പെടേണ്ട കാര്യം ഇല്ല. എൽ ഷദായിയുടെ നോട്ടം 24 മണിക്കൂർ 365 ദിവസവും നിന്റെ നേരെയുണ്ട്. അവന്റെ ഒരു നോട്ടം മതി സാത്താന്യ മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയും തകർക്കുവാൻ ശക്തിയുള്ളതാത്രേ. അതാണ് ദൈവത്തിന്റെ ശക്തി. വേദപുസ്തകം പറയുന്നു കർത്താവ് യേശു മൗനമായിരുന്നു. യേശുവിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്രോസ് ഇതാ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വാളെടുത്ത് പകുതി ഉറക്കത്തിലിരുന്ന പത്രോസ് മഹാപുരോഹിതന്റെ ദാസന്റെ കഴുത്തിനാ വെട്ടിയത്, പക്ഷെ കൊണ്ടത് കാതിനാ. യേശു കർത്താവ് പറഞ്ഞു വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പേനയെടുക്കുന്നവൻ പേനയാൽ നശിക്കും. വോട്ടെടുക്കുന്നവൻ വോട്ടിനാൽ നശിക്കും. രാഷ്ട്രീയം എടുക്കുന്നവൻ രാഷ്ട്രീയത്താൽ നശിക്കും. മഞ്ഞപ്പത്രം എടുക്കുന്നവൻ അതിനാൽ നശിക്കും. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇന്ന് രാത്രിയിലും കോട്ടകളെ ഇടിപ്പാൻ ദൈവ സന്നിധികൾ ശക്തിയുള്ളവ തന്നെ. അതുകൊണ്ട് പത്രോസേ എടുത്ത വാള് ഉറയിലിട്. പത്രോസ് എന്താ വിചാരിച്ച്? ഞാൻ എൻ്റെ പിതാവിനോട് ഒന്ന് പറഞ്ഞാൽ 12-ലധികം ലഗ്യോൻ ദൂതന്മാർ ഇറങ്ങി വരും. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000. യേശു കർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞാൽ 12-ലധികം ലഗ്യോൻ ദൂതന്മാർ ഇറങ്ങി വരും. ഒരു ദൂതന്റെ കപ്പാസിറ്റി 1,85,000 എണ്ണത്തിന് വെട്ടി നിരത്തുവാൻ ഒരു ദൂതന് കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയും, 1,85,000 എണ്ണത്തിന് വെട്ടി നിരത്തി നടക്കുവാൻ കഴിവുള്ളതാണ് ഒരു ദൂതൻ. ഓ സ്തോത്രം. 12 ലഗ്യോൻ എന്ന് പറഞ്ഞാൽ മക്കളെ 72,000 ദൂതന്മാർ ഇറങ്ങി അങ്ങ് വെട്ടാൻ തുടങ്ങിയാലേ 72,000 ദൂതന്മാർ ഇറങ്ങി വെട്ടാൻ തുടങ്ങിയാലേ 72,000 ദൂതന്മാർ ഇറങ്ങി വെട്ടാൻ തുടങ്ങിയാലേ കാണിച്ചു കൊടുത്തവനും തള്ളിപ്പറഞ്ഞവനും മാത്രമല്ല പിന്നെ ആരും കാണത്തില്ല. Oh, hallelujah, hallelujah, hallelujah. ആരൊക്കെ മിണ്ടുന്നില്ലേ? ആരൊക്കെ തുറച്ചു നോക്കി. ആ തുറച്ചു നോക്കി മിണ്ടാതിരിക്കുന്ന മിണ്ടാപ്രാണികളോ ചോദ്യം ഇതാണ്. അപ്പോഴേ ബ്രദറെ ആ സ്തോത്രം അതേ ദൂതന്മാരെ ഇറക്കി വെട്ടി നിരത്തി ആ കസേര പിടിക്കണ്ടായിരുന്നോ? കാരണം ഇന്ന് രാത്രിയിൽ ചിലർക്ക് കുളിരും പണിയും ഉണ്ടാക്കുന്നത് ഈ കസേര കാണുമ്പോഴാണല്ലോ. നമുക്ക് ആ ഭദ്രാസനം സിംഹാസനം പിടിക്കണ്ടായിരുന്നോ? ആ ദൂതന്മാരെ ഇറക്കി കസേര പിടിക്കണ്ടായിരുന്നോ?
എന്നാൽ യേശു കർത്താവ് ദൂതനെ ഇറക്കി കസേരയല്ല പിടിച്ചത്, അവൻ ക്രൂശുമായിട്ടാണ് നടക്കാൻ തീരുമാനിച്ചത്. ഓ കമോൺ കമോൺ, ആ കസേരയെ പിടിവിട് 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 പിടിവിട്. എല്ലാ കസേരകളെ വെട്ടിക്കീറി ക്രൂശാക്കി യേശുവിന്റെ പിന്നാലെ പോ. അങ്ങനെയെങ്കിൽ നിനക്കൊരു ഉണർവിന്റെ ശുശ്രൂഷയുണ്ടായിരിക്കും. വേദപുസ്തകം പറയുന്നു കർത്താവ് യേശു ക്രിസ്തു ദൂതന്മാരെ ഇറക്കി വെട്ടിയില്ല. അവൻ കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്ത് മൗനമായിരുന്നു. ദൈവജനമേ, ദൈവസഭയെ, ദൈവദാസനെ, നീ മുട്ടുമടക്കി കാര്യം ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് മിണ്ടാതിരിക്കുക. ആ സൈലൻസ് ഒരിക്കലും നഷ്ടമല്ല, ആ നിശബ്ദത ഒരിക്കലും നഷ്ടമല്ല. 600 പടയാളികൾ അടിക്കുമ്പോൾ യേശു കർത്താവ് മൗനമായിരുന്നു, അത് നഷ്ടം അല്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ടുപറ, ചിലപ്പോൾ ആ മൗനത നഷ്ടമല്ല. പറഞ്ഞാട്ടെ, ആ മൗനത മക്കളെ നഷ്ടമല്ലടാ, ആ മൗനത നഷ്ടമല്ല. ഇന്ന് രാത്രി ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയാം. ഇവിടെ ഇരിക്കുന്ന ചിലതിനെ മൗനമായി കുറെ മാസങ്ങളായി ദൈവം ഇരുത്തിയിരിക്കുക. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ ആഴ്ചകളായി, ചിലതിനെ മൗനമായി കർത്താവ് ഇരുത്തിയിരിക്കുക. പിശാച് പറയുന്നു യവനെ ഒതുക്കിയെന്ന്, മനുഷ്യൻ പറയുന്നവൻ തീർന്നെന്ന്. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, കടൽ പിന്നോട്ട് നീങ്ങുമ്പോൾ കക്ക പറക്കാൻ ഇറങ്ങല്ലേ. കടൽ പിന്നോട്ട് പോകുമ്പോൾ കക്ക പറക്കാൻ ഇറങ്ങല്ലേ. കടൽ പിന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത് തിരമാലയല്ല കാണാൻ വേണ്ടി പോകുന്നത്, നീ ഒരു സുനാമിയാണ് കാണുവാൻ വേണ്ടി പോകുന്നത്. ഓ കമാൻ 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 കമാൻ, അടുത്തൊരു സുനാമിയാണ് നീ കാണുവാൻ വേണ്ടി പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കും, വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ഇന്ന് രാത്രി ഏറ്റെടുക്കും. 2017 സെപ്റ്റംബർ 7-ാം തീയതി വൈകുന്നേരം വരെ പല വേവ്സ് ആണ്, പല തിരമാലകളാണ് പലരും കണ്ടത്. ഹീലിംഗ് വേവ്സ്, പ്രോസ്പെരിറ്റി വേവ്സ്. ഓ, എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഇനി മേലാൽ വേവ്സ് അല്ല ജനം കാണുവാൻ പോകുന്നത്. 2017 സെപ്റ്റംബർ മുതൽ പരിശുദ്ധാത്മാവിന്റെ സുനാമിക്ക് വേണ്ടി, ഓ വ്യക്തിയായി, കുടുംബമായി, സഭയായി യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ സുനാമിക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി വായികളെ തുറന്ന് ശബ്ദമിട്ട് ദൈവത്തെ സ്തുതിച്ചേ. വിശ്വാസത്താൽ കണ്ടാട്ടെ, നിന്റെ സ്പീഡ് വർദ്ധിക്കുകയാണ്, നിന്റെ മൂർച്ച കൂടുകയാണ്, നീ പറയാത്ത ദൂത് വരികയാണ്, കണ്ടിട്ടില്ലാത്ത ദർശനമുണ്ടാകുകയാണ്, പുതിയ കണക്ഷൻസ് വരികയാണ്, പുതിയ വേദികൾ വരികയാണ്. യേശുവിന്റെ നാമത്തിൽ നീ അറിയാത്തത് ദൈവം നിന്നിലൂടെ ചെയ്യുവാൻ പോകുന്നു. നീ കണ്ടിട്ടില്ലാത്തത് തമ്പുരാൻ നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. നീ മൗനമായിരുന്നത് തിന്മയ്ക്കല്ല, നീ മൗനമായിരുന്നത് ഒത്തിരി 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 നന്മയ്ക്കാക്കി സ്വർഗത്തിലെ ദൈവം തീർക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ചില സ്ഥലങ്ങളിൽ ദൈവം തന്നെ മൗനമായി ഇരുത്താറുണ്ട്. ഓ സ്തോത്രം. എന്നാൽ വേദപുസ്തകം നോക്കുമ്പോൾ എല്ലാ വിവിഐപികളും മൗനതയിൽ നിന്നാണ് പുറത്തു വന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എല്ലാ ശക്തന്മാരും നിശബ്ദതയിൽ നിന്നാണ് പുറത്തു വന്നത്. മരുഭൂമിയുടെ നിശബ്ദതയിൽ നിന്നാണ് മോശ വന്നത്. ഓ മരുഭൂമിയുടെ നിശബ്ദതയിൽ നിന്നാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. അറേബ്യ മരുഭൂമിയുടെ നിശബ്ദതയിൽ നിന്നാണ് പൗലൂസ് വന്നത്. ഓ സ്തോത്രം. അത് മിസ്രൈമിനും നസ്രേത്തിനും മധ്യത്തിലുള്ളതായ 18 വർഷത്തെ നിശബ്ദതയിൽ നിന്നാണ് കർത്താവ് യേശു വന്നത്. ഇന്ന് രാത്രി നീ നിശബ്ദനായിരിക്കുന്നു എങ്കിൽ, നിന്നെ ദൈവം സൈലൻസിൽ നിശബ്ദനാക്കിയിരുത്തിയിരിക്കുന്നുവെങ്കിൽ, ആ ലിസ്റ്റിൽ നിന്റെ പേരിനെയും കേരളം കണ്ടിട്ടില്ലാത്ത, ഭാരത സഭയ്ക്ക് പരിചയമില്ലാത്ത, കേരളം കണ്ടിട്ടില്ലാത്ത, ഞാൻ വീണ്ടും പറയും, ഭാരതത്തിന്റെ സഭ കണ്ടിട്ടില്ലാത്ത എന്തോ വലുത് ദൈവം നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ഓ ഹല്ലേലൂയ. എന്നാൽ എന്നും സൈലന്റ് എന്ന് പറഞ്ഞു വിടാനല്ല ഈ അവസാന രാത്രിയിൽ എന്റെ ദൈവം എന്നെ പറഞ്ഞു വിട്ടത്. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറ, നിശബ്ദത തീരുകയാണ്. പറ, നിശബ്ദത തീരുകയാണ്, നിശബ്ദത തീരുകയാണ്. നിശബ്ദത തീർന്നിട്ട് ഓ ചിലരുടെ ശബ്ദം മാറുവാൻ പോകുന്നു. ചിലതിന്റെ ശബ്ദം ഗർജിക്കുന്ന സിംഹഗർജനം പോലെ, ചിലതിന്റെ ശബ്ദത്തിൽ അഭിഷേകം. കമാൻ കമാൻ കമാൻ, ചിലതിന്റെ ശബ്ദത്തിൽ അഭിഷേകം. ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറന്നാൽ ദൂതന്മാർ ഇറങ്ങി നിന്ന് നിന്റെ നാവിനെ തൊട്ട് തീനാവ് 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 യേശുവിന്റെ നാമത്തിൽ കർത്താവ് നൽകുവാൻ പോകുന്നു. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരികയാണ്, നിന്റെ നിശബ്ദത തീരുകയാണ്. നീ ഉടഞ്ഞത് മതി, നീ
തകർന്നത് മതി, തുപ്പലേറ്റത് മതി, അപവാദം കേട്ടത് മതി, ഉടക്കപ്പെട്ടത് മതി, ഒതുക്കപ്പെട്ടത് മതി, ബന്ധുക്കൾ കൈവിട്ടത് മതി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ചിലതിനെ ഞാൻ ഫുൾ സ്റ്റോപ്പിട്ട് മാറ്റി നിർത്തിയിട്ട് വേറെ ചില പുതിയ അധ്യായങ്ങൾ, വേറെ ചില പുതിയ മണ്ഡലങ്ങൾ, വേറെ ചില മേഖലകൾ എന്റെ ജനത്തിന് വേണ്ടി സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ അവൻ നിനക്ക് തുറന്നു നൽകാൻ പോവാ. എന്ന് ഇതുപോലെയല്ല, പറ, എന്ന് ഇതുപോലെയല്ല, എന്ന് ഇതുപോലെയല്ല. ദേവദാസനെ ഇന്നലകളെ പോലെ കാര്യങ്ങൾ നീണ്ടു കിട്ടത്തില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഈ ലെവലിലൊന്നും അല്ല കാര്യങ്ങൾ. ഓ ഹല്ലേലൂയ. കേട്ടവർ ആമേൻ പറഞ്ഞോട്ടെ, കേട്ടവർ ആമേൻ പറഞ്ഞോട്ടെ. ഉറവകൾ തുറക്കുവാൻ പോകുന്നു, ഉണർവിന്റെ ഉറവകൾ തുറക്കുവാൻ പോകുന്നു. എത്ര പേർ കാണുന്നുണ്ട് ജീവിതത്തിന്റെ താഴ്വരകളിൽ ഉണർവിന്റെ ഉറവകൾ തുറക്കാൻ പോകുന്നു? ജീവിതത്തിന്റെ താഴ്വരകളിൽ ഉണർവിന്റെ ഉറവകൾ തുറക്കാൻ പോകുന്നു. ജീവിതത്തിന്റെ താഴ്വരകളിൽ ഉണർവിന്റെ ഉറവകൾ തുറക്കാൻ പോകുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് 600 പടയാളികൾ അടികൊണ്ട് അവഹേളിക്കപ്പെട്ട് വിവസ്ത്രനായി കിടന്നവൻ, ക്രൂശ് ചുമന്നവൻ, തുപ്പലേറ്റവൻ, കാര്യന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്തവൻ, സ്തോത്രം, നീതി കിട്ടാതെ പോയവൻ. അതാണ് വിഷയം. നീതി കിട്ടാതെ പോയവൻ, നീതി കിട്ടാതെ പോയവൻ. ആ നീതി കിട്ടാതെ പോയവനെ നോക്കി പിതാവായ ദൈവം ഇപ്രകാരം പറയുന്നു, നിനക്കൊരു തിരിച്ചുവരവുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. അർത്ഥം, എന്റെ കർത്താവിനെ നോക്കി, യേശു കർത്താവിനെ നോക്കി പിതാവായ ദൈവം പറഞ്ഞു, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു വീണ്ടും തിരികെ വരാൻ പോകുന്നു. യേശു വീണ്ടും വരാൻ പോകുന്നു. യേശു വീണ്ടും വരാൻ പോകുന്നു. പിന്മാറ്റക്കാരനത് പുളിച്ചു, പാപിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഭൂതങ്ങൾ ഭയപ്പെടുന്നു. പക്ഷെ വചനം കൃത്യമത്രേ, ദൂത് സത്യമത്രേ. യേശു വീണ്ടും വരുവാൻ പോകുന്നു. യേശു വീണ്ടും വരുവാൻ പോകുന്നു. ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയുടെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ കേൾക്കട്ടെ. The king is on the way. രാജാവ് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അന്ന് വന്നതുപോലെയല്ല ഇനി അവൻ വരുവാൻ വേണ്ടി പോകുന്നത്. അന്ന് വന്നത് ഒരു ശിശുവായിട്ട് വന്ന്, എന്നാൽ ഇനി വരുന്നത് ഒരു രാജാവായി വരുവാൻ പോകുന്നു. അന്ന് മരിക്കുവാൻ വേണ്ടി വന്നു, എന്നാൽ 1000 ആണ്ട് ഭരിക്കുവാൻ, 1000 ആണ്ട് ഭരിക്കുവാൻ യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. ഓ അന്ന്, ഓ സ്തോത്രം, ബേത്ലഹേമിലെ തൊഴുത്തിൽ അവൻ കിടന്നു. എന്നാൽ ഇനി വരുമ്പോൾ മധ്യാകാശത്തിൽ മഹത്വ പ്രത്യക്ഷതയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ചാനലുകാരും പുറമേയുള്ള കണ്ണുകൊണ്ട് കാണത്തക്ക ക്രമത്തിൽ അവൻ പ്രത്യക്ഷനായി ഒലിവുമലയുടെ മണ്ടയിൽ നിൽക്കുവാൻ പോകുന്നു. അന്ന് വന്നപ്പോൾ അവന്റെ തലയിൽ ഒരു മിൽ കിരീടമുണ്ടായിരുന്നു. എന്നാൽ ഇനി വരുമ്പോൾ അവന്റെ തലയിൽ കിരീടങ്ങൾക്ക് മീതെ, കിരീടങ്ങൾക്ക് മീതെ കിരീടമുണ്ടായിരിക്കും. Because he is the king of kings, he is the God of God, and he is the Lord of lords. രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിന്റെ തലയിൽ കിരീടങ്ങൾക്ക് മീതെ കിരീടമുണ്ടായിരിക്കും. അന്നവൻ വന്നത് ക്രൂശിൽ കിടക്കുവാനാണ്. എന്നാൽ ഇനി അവൻ വരുന്നത് തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനാണ്. അന്നവൻ വന്നപ്പോൾ പത്രോസ് അവനെ തള്ളി പറഞ്ഞു, പിലാത്തോസ് അവനെ വിസ്തരിച്ചു, യൂദേവനെ കാണിച്ചു കൊടുത്തു. പക്ഷെ ഇനി യേശു കർത്താവ് കടന്നു വരുമ്പോൾ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, രാജാക്കന്മാർ യേശുവിന്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ പോകുന്നു. അന്നവൻ വന്നത് കുഞ്ഞാടായിട്ടാണ്. പക്ഷെ ഇനി അവൻ വരുവാൻ പോകുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ഓ, 3
തൊട്ടുപേരെ ഗെറ്റ് റെഡി. ഒരുങ്ങിക്കോ 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 ഒരുങ്ങിക്കോ. രാജാവ് വരുന്നു. ഇനി മദ്യം വേണ്ട, ഇനി പാപം വേണ്ട, ഇനി വ്യഭിചാരം വേണ്ട, അശുദ്ധി വേണ്ട. യേശു വേഗം വരുന്നു. വിശ്വസിക്കുന്നവർ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കോ. The king is on the way. ആവർത്തിച്ചു പറയട്ടെ, 1000 വർഷം ഭരിക്കുവാൻ, 1000 വർഷം ഭരിക്കുവാൻ അവൻ വേഗം വരുന്നു. ശബ്ദമുയർത്തി ചങ്ങനാശ്ശേരിക്കാർ ശക്തിയോടെ പറ, 1000 വർഷം. നിന്റെ MP ആര് MLA ആരെന്ന് എനിക്കറിയത്തില്ല. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറ, 1000 വർഷം. പ്രതിപക്ഷം കേൾക്കട്ടെ, ഭരണകക്ഷി കേൾക്കട്ടെ, വായു തുറന്ന് പറഞ്ഞാട്ടെ, 1000 വർഷം. യെസ്. ഓ, തിരുവനന്തപുരത്ത് നോക്ക്, ഡൽഹിയിൽ നോക്ക്. അത് 5 വർഷം സമാളിക്കാൻ, 5 വർഷം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ അണ്ണന്മാർ എന്തെല്ലാം പ്രശ്നമാണ് എടുക്കുന്നത്. എത്ര പശുവിനെ പിടിക്കുന്നു, എത്ര കോഴിയെ കെട്ടി തൂക്കുന്നു, എത്ര സ്പെക്ട്രം ഉണ്ടാക്കുന്നു, എത്ര സോളാറിൽ കയറി പിടിച്ച് ഷോക്ക് അടിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഐ എം സോ എക്സൈറ്റഡ് അബൌട്ട് ദോസ് 1000 years. 1000 വർഷത്തിനായി സ്തോത്രം. 1000 വർഷം. സുനാമി ഇല്ലാത്ത 1000 വർഷം, പ്രകൃതിക്ഷോഭമില്ലാത്ത 1000 വർഷം, വെള്ളപ്പൊക്കമില്ലാത്ത 1000 വർഷം, കാശ്മീർ താഴ്വരയിൽ ഒരു വെടി പോലും പൊട്ടാത്ത 1000 വർഷം, ഒരൊറ്റ തീവ്രവാദി ആക്രമണം നടക്കാത്ത 1000 വർഷം, ഒരൊറ്റ തീവ്രവാദിക്കും മനുഷ്യബോംബിന് പൊട്ടിത്തെറിക്കുവാൻ കഴിയാത്ത 1000 വർഷം. കാരണം സമാധാന പ്രഭുവാകുന്ന യേശു 1000 വർഷം ഈ ലോകത്തെ ഭരിപ്പാൻ പോകുന്നു. 1000 വർഷത്തിന് എന്റെ 2 ഡോക്ടേഴ്സ് ആണ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത്. 1000 വർഷം അവരെ പെർമിഷനോടെ പറയട്ടെ, 1000 വർഷത്തില് എല്ലാ ലോകത്തിലെ സകല ഹോസ്പിറ്റലിൽ MD ആയിരിക്കുക. ഒരൊറ്റ രോഗി പോലും ഒരു ആശുപത്രി കാണത്തില്ല. 1000 വർഷത്തില് ഒരൊറ്റ പോലീസുകാരന് ഡ്യൂട്ടി കാണത്തില്ല. 1000 വർഷത്തിൽ ഒരു പട്ടാളക്കാരനും ആവശ്യമില്ല. കാരണം നിന്റെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ നീ പിടിച്ചിരിക്കുന്ന പോലെ സമാധാന പ്രഭുവാകുന്ന യേശുവായിരിക്കും ഈ ലോകത്തെ ഭരിക്കുവാൻ പോകുന്നത്. പക്ഷെ 1000 വർഷം അവരൊരു തലസ്ഥാനം വേണം. അവനൊരു തലസ്ഥാനം വേണം. അടുത്തിരിക്ക് നോക്കി പറ, അവനൊരു തലസ്ഥാനം വേണം. പെട്ടെന്ന് പറ, ക്യാപിറ്റൽ. പെട്ടെന്ന് പറ, അവനൊരു തലസ്ഥാനം വേണം. 1000 വർഷം ഈ ലോകത്തെ ഭരിപ്പാൻ സമാധാന പ്രഭുവാകുന്ന യേശുവിനൊരു തലസ്ഥാനം വേണം. യേശുവിന്റെ തലസ്ഥാനം ടോക്കിയോ അല്ല, സിംഗപ്പൂർ അല്ല, കൊലാലംപൂരോ ഡർബനോ ദുബായോ ലോസ് ഏഞ്ചൽസോ ന്യൂയോർക്കോ അല്ല. യേശുവിന്റെ തലസ്ഥാനം മൻഹാറ്റനോ മഡഗാസ്കറോ മാഞ്ചസ്റ്ററോ അല്ല. യേശുവിന്റെ തലസ്ഥാനം ഏതെന്നറിയോ? നമ്മുടെ വിഷയം നീതിയുടെ ദൈവം യഹോവ തിസ്കനു. നീതിയുടെ ദൈവം ഇപ്രകാരം പറഞ്ഞു, എന്റെ മകനെ കോരം തികയാതെ നിന്നെ കാണിച്ചു കൊടുത്ത് അറസ്റ്റ് ചെയ്യിച്ച ഒരു പട്ടണമുണ്ട്. നിന്നെ അറസ്റ്റ് ചെയ്ത പട്ടണം, നിന്നെ അടിച്ച് തകർത്ത ഒരു പട്ടണം, നിന്നെ തുപ്പി നാറ്റിയ പട്ടണം, നിന്നെ ക്രൂശിച്ച ഒരു പട്ടണം, നീ ക്രൂശിച്ച് നിന്നെ കൊന്നുകളഞ്ഞ പട്ടണം, നിന്നെ അടക്കിയ പട്ടണം, നീ ഉയർത്തെഴുന്നേറ്റിട്ടും നിനക്കെതിരെ കള്ളക്കഥ 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 നിനക്കെതിരെ പറഞ്ഞ പട്ടണം. ഇന്ന് രാത്രി എന്റെ ദൈവം നിന്നെ നോക്കി പറയുന്ന, എവിടെയാണോ മനുഷ്യൻ നിന്നെ ഒതുക്കിയത്, എവിടെയാണോ നിന്നെ നാക്കുകൊണ്ട് തകർത്തത്, എവിടെ കൊണ്ടോ പേന കൊണ്ട് ഉടച്ചത്, എവിടെയാണോ നീ അപവാദം കേട്ടത്, എവിടെയാണോ നിനക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത്, അതേ വ്യക്തികളുടെ മുൻപിൽ, അതേ പട്ടണത്തില്, അതേ ഗ്രാമത്തില്, അതേ അഭിഷേകം നഷ്ടപ്പെട്ട ശൗരന്മാരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ നോക്കി പറയുന്നു, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. യഹോവ തിസ്കനു, യഹോവ തിസ്കനു, യഹോവ തിസ്കനു. ഓ ജീവനുള്ളവർ സ്വതന്ത്രം പറ, യഹോവ തിസ്കനു. നീതിയുടെ ദൈവം പറഞ്ഞു, അതേ യെരൂശലേം പട്ടണം നിനക്ക് 1000 വർഷത്തേക്ക് തലസ്ഥാനമായിരിക്കട്ടെ.
7 പേരെ തൊട്ട് പറ. അതേ പട്ടണത്തിൽ 1 2 7 പേരെ തൊട്ട് പറ. 3 7 പേരെ തൊട്ട് പറ. അതേ പട്ടണത്തിൽ ഇരിക്കുന്ന VVIPകൾ എഴുന്നേറ്റാലേ 7 പേരെ തൊടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതേ പട്ടണത്തിൽ അതേ ദൂഷിച്ച വ്യക്തികളുടെ മുൻപിൽ, അതേ ഉടക്കിയ വ്യക്തികളുടെ നടുവിൽ കൈപ്പിന്റെയും പകയുടെ ഹൃദയമുള്ളവരായി നിന്റെ തകർച്ച കണ്ട് കൈകൊട്ടിച്ചിരിപ്പാൻ കാത്തിരിക്കുന്നതിന് മുൻപിൽ നിനക്ക് വേണ്ടി ആംബുലൻസ് ബുക്ക് ചെയ്യാൻ അതേ സ്തോത്രം കാത്തിരിക്കുന്നതിന് മുൻപിൽ, ശവപ്പെട്ടി പൊങ്ങുമെന്ന് നിന്റെ വീട്ടിനെ നോക്കി കൂടോത്രം ചെയ്ത് കാത്തിരിക്കുന്നതിന് മുൻപിൽ, അതേ വ്യക്തികളുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഇന്ന് രാത്രി കരയുന്ന ആരോ ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ദാഹമുള്ള ആരോ ഇവിടെയുണ്ട്. ഇന്നലകൾ ഉപവസിച്ചവർ, ഇന്നലകളെ പ്രാർത്ഥിച്ചവർ, നീതി കിട്ടാതെ പോയവർ, അവരെ നോക്കി ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സുരേഷ് ബാബുവിന്റെ ശബ്ദം കൊണ്ടല്ല, നിന്റെ ഹൃദയത്തിന്റെ തകർച്ച കൊണ്ട്, നിന്റെ ഹൃദയത്തിന്റെ കണ്ണുനീർ കൊണ്ട് നാസറേത്തിലെ ആശാരി ഇതാ ഇറങ്ങി നടക്കുക. നാസറേത്തിലെ ആശാരി ഇന്ന് രാത്രി കോൺഗ്രിഗേഷനിൽ, ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി നടന്നിട്ട് പറയുന്നു, മക്കളെ, ഞാൻ നിന്റെ ശവപ്പെട്ടിക്ക് അളവെടുക്കാനല്ല വന്നത്, ഞാൻ വന്നത് ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് നിനക്ക് വേണ്ടി ഒരു മേശ പണിയാനുണ്ട്. ഒരു മേശപ്പണി എന്റെ ആത്മാവിൽ ഞാൻ കേൾക്കുക. ഒരു മേശപ്പണിയുടെ സ്വര എന്റെ ആത്മാവിൽ ഞാൻ കേൾക്കുക. കേൾക്കുന്നവൻ ആമേൻ പറഞ്ഞാട്ടെ. ഒരു മേശ പണിയുന്ന ശബ്ദം നിനക്ക് വേണ്ടി, that is under construction, വന്നിട്ടിരിക്കുന്നു. വിവാഹമായി വന്നിട്ടിരിക്കുന്നു, ജോലിയായി വന്നിട്ടിരിക്കുന്നു, ശുശ്രൂഷയായി വന്നിട്ടിരിക്കുന്നു, തലമുറകളെ വിടുതലകളായി വന്നിട്ടിരിക്കുന്നു, തലമുറകളെ ഉയർച്ചകളായി വന്നിട്ടിരിക്കുന്നു. ഒരു മേശപ്പണി, ശവപ്പെട്ടി പണിയല്ല. പിശാചിന്റെ നിർണയങ്ങൾ ഇന്ന് രാത്രി സ്വർഗം പൊളിച്ചു കളഞ്ഞിട്ട് അവന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തുന്നു. പിശാചിന്റെ നിർണയങ്ങൾ ദൈവം അബദ്ധമാക്കിയിട്ട് ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുന്നു. വായു തുറന്ന് നിങ്ങളുടെ ശബ്ദം ഉയരണം. മക്കളെ, നിങ്ങളുടെ ശബ്ദം ഉയരണം. ശത്രുക്കൾ ഒത്തിരിയുണ്ട്. ചെറിയ ശത്രുക്കൾ, ചെറിയ മേശ. മക്കളെ, വലിയ ശത്രു ഉണ്ടെങ്കിൽ ആ മേശയുടെ നീളവ്, അതിന്റെ വീതിയോ ഒത്തിരി വർദ്ധിച്ചിട്ടിരിക്കുകയാണ്. വലിയ സുനാമി കണ്ടവർ, വലിയ ഭൂമി കുലുക്കം കണ്ടവർ, വലിയ അഗ്നി പർവ്വത സ്ഫോടനം കണ്ടവർ, ജീവിതത്തിൽ വലിയ തകർച്ചകളും വലിയ പ്രതിസന്ധികൾ കണ്ടവർ ഇന്ന് രാത്രി ഒരുങ്ങിക്കൊള്ളട്ടെ. നിന്റെ കുടുംബത്തിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്തത്, നിന്റെ ദേശത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് തമ്പുരാൻ പുറത്തെടുക്കുവാൻ പോകുന്നു. നിങ്ങളെങ്ങനെ നിന്നാ മതി. ഞാൻ ഈ ദേശത്തോടൊന്ന് പ്രവചിക്കട്ടെ, ഞാൻ ഈ മണ്ണിനോട് പ്രവചിക്കട്ടെ. ചങ്ങനാശ്ശേരിയെ, നിന്നെ ലോകം അറിയുന്നത് ഇവിടുത്തെ ദുർഭൂതത്തിന്റെ കുടിയിരിപ്പിന്റെ പേരിലല്ല. ഇവിടെ നിന്ന് ഒരു കൂട്ടം അഭിഷിക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്ന അഭിഷിക്തരുടെ പേരിലായിരിക്കും ചങ്ങനാശ്ശേരി ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്.
രാത്രി ഞാൻ നിൽക്കുന്നേ ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നേ. പല ശുശ്രൂഷകൾ തമ്മിൽ ചേരുന്ന ഒരു അഭിഷേക ജംഗ്ഷനിലാണ് ഈ രാത്രി ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാർ ഒരുമിച്ച് ചേരുവാൻ പോകുന്നു, പ്രവാചകന്മാർ ഒരുമിച്ച് ചേരുവാൻ പോകുന്നു, സുവിശേഷകന്മാർ ഒരുമിച്ച് നിൽക്കുവാൻ പോകുന്നു. പലതിന്റെ ഹെഡ് ക്വാർട്ടറാണിത്, പലതിന്റെ ഹെഡ് ക്വാർട്ടർ. യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കണം, യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കണം. 35 വയസ്സിന് താഴെയുള്ള എല്ലാവരും ഇന്ന് രാത്രി അത്ഭുതത്തിനാൽ പൊതിയപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഒരു ഹെഡ് ക്വാർട്ടർ അനോയിന്റിംഗ്. ഷിഫ്റ്റ് ചെയ്ത് നിന്നോട് ചേരാൻ പോകാ. ഒലഞ്ഞൊലഞ്ഞൊലഞ്ഞ് ചിലതല്ല ചങ്ങനാശ്ശേരി നിന്നോട് കണക്ട് ചെയ്യാൻ പോവാ. ഇന്ന് രാത്രി ഈ ദൂത പ്രവചനമാണ്. പലതല്ല ഒലഞ്ഞ് നിന്നോട് ചേരാൻ പോവാ. ചില ഷിഫ്റ്റിംഗ് വരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരു ഹെഡ് ക്വാർട്ടർ ആണിത്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ കാത്തിരിപ്പ് കഴിഞ്ഞു. ചിലത് നദികൾ കടന്നെത്തും, ചിലത് സമുദ്രം കടന്നെത്തും. ഭാഷകൾ മറന്ന്, കൾച്ചറുകൾ മറന്ന്, ഭാഷകൾ മറന്ന്, കൾച്ചറുകൾ മറന്ന് ചിലത് നിന്നോട് ചേരുവാൻ പോകുകയാണ്. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വയ്ക്കരുത്. പിതാക്കന്മാർ നിർത്തിയ സ്ഥാനത്ത് നിന്ന് ഒരു പുതിയ തുടക്കം നിന്നിലൂടെ ദൈവമിതാ പുറത്തെടുക്കുവാൻ വേണ്ടി പോകുന്നു. ഏത് ദുർഭൂതങ്ങൾ തലങ്ങും വിലങ്ങും വെട്ടിയ കുടുംബങ്ങളിൽ നിന്ന് വിടുതലിന്റെ മെഷീൻസ് പോലെ ആർക്കും തടുക്കുവാൻ കഴിയാതെ വിടുതലിന്റെ ശുശ്രൂഷയ്ക്കായി ഒരു വിടുതലിന്റെ സൈന്യം ഈ ദേശത്തുനിന്ന് എഴുന്നേൽക്കുകയാണ്. നീതിയുടെ ദൈവം. അപ്പുറത്ത് കുറച്ച് പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പുറത്ത് ദൈവത്തിന്റെ നീതിയുണ്ട്. അപ്പുറത്തൊരു ഫറവോനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്. അപ്പുറത്തൊരു യെരിഹോ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യോശുവയുണ്ട്. അപ്പുറത്തൊരു ആഹാബുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഏലിയാവുണ്ട്. അപ്പുറത്തൊരു ഇസബേൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യേഹൂണ്ട്. അപ്പുറത്തൊരു ബെൻഹദദ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു എലിശയുണ്ട്. അപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യോഹന്നാൻ സ്നാപകനുണ്ട്. അപ്പുറത്തൊരു ഫെസ്തോസ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പൗലോസ് ഉണ്ട്. അപ്പുറത്തൊരു ലൂസിഫർ ഉണ്ടെങ്കിൽ അവന്റെ തലക തകർക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്നോട് കൂടെയുണ്ട്. തോൽപ്പിക്കും, നീ അവരെ തോൽപ്പിക്കും, നീ അതിനെ തകർക്കും.
അതിന്റെ അധികാരം ഇന്ന് രാത്രി നിന്റെ കൈകളിലേക്ക്, അതിന്റെ നിയോഗം നിന്റെ ജീവിതത്തിലേക്ക് take it, take it, take it in Jesus' name. ഇന്ന് രാത്രി പ്രസംഗം തീരത്തില്ല. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് പ്രസംഗമല്ല, ഇവിടെ ഇറങ്ങിക്കിടക്കുന്ന തേജസ്സിന്റെ പ്രസൻസ് ആണ് എനിക്ക് വലുത്. ദീപികളെ തൊടുന്ന സാന്നിധ്യം, ഭാഷകളെ തൊടുന്ന സാന്നിധ്യം, ബൈബിൾ ട്രാൻസ്ലേഷന്റെ സാന്നിധ്യം, മിഷണറി പ്രവർത്തനത്തിന്റെ സാന്നിധ്യം, കോളേജുകളെ യൂണിവേഴ്സിറ്റികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സാന്നിധ്യം, ട്രക്കിന്റെ ഗ്രൂപ്പുകളെ തകർക്കുന്ന സാന്നിധ്യം, പെൺവാണിഭക്കാരനെ ഒതുക്കുന്ന സാന്നിധ്യം, വേശ്യാഗ്രഹങ്ങളെ പ്രാർത്ഥനാഗ്രഹങ്ങളാക്കുന്ന സാന്നിധ്യം, മന്ത്രവാദപ്പുരകളെ ചാരായ ഷോപ്പിനെ അടയ്ക്കുന്ന സാന്നിധ്യം, സിനിമാപുരകളെ സഭാപുരകളാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. Come on, come on, come on, come on, come on, come on, come on. നീ ഒത്തിരി ഉടഞ്ഞതാ, അവഹേളിക്കപ്പെട്ടതാ, തകർക്കപ്പെട്ടതാ, കൈവിടപ്പെട്ടതാ. അതുകൊണ്ട് ദൈവം പറയുന്ന അവിടെ ടൈം കഴിഞ്ഞു. ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്റെ ടൈം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരിക്കലും മറക്കല്ല, ലോകത്തിൽ എവിടെ നിന്നാലും ആരാണോ തീർന്നെന്ന് പറയുന്നത് അവിടെ മുൻപിൽ നിന്ന് തുടക്കുന്നവനാണ് ദൈവം. നിനക്കൊരു യെരൂശലേമുണ്ട്, നിനക്കൊരു തിരിച്ചു വരവ്. യേശു യെരൂശലേമിലേക്ക് മടങ്ങി വരുന്ന പോലെ അതേ കസിൻസിന്റെ മുൻപിൽ, അതേ കുടുംബക്കാരുടെ മുൻപിൽ, അതേ കൂടെ പഠിച്ചവരുടെ മുൻപിൽ, അതേ സ്കൂൾ കോളേജ് ഫ്രണ്ട്സിന്റെ മുൻപിൽ, അതേ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുൻപിൽ ആൾ മാറിയവനെ പോലെ, ആൾ മാറിയവളെ പോലെ നിനക്കൊരു തിരിച്ചു വരവ്. ഒരു പോയിന്റ് 2 മിനിറ്റ് പെട്ടെന്ന് പറഞ്ഞു വിടാം. മൂന്നാമത്തെ കാര്യമാണ് മഹത്വത്തിന്റെ രാജാവ്. ശബ്ദം ഉയർത്തി പറ, മഹത്വത്തിന്റെ രാജാവ്. മഹത്വം ഇന്ന് രാത്രി ചങ്ങനാശ്ശേരിയിലെ സകല വാതിലുകൾ തുറക്കുകയാണ്. മഹത്വത്തിന്റെ മഹത്വം, മഹത്വം, മഹത്വം സകല അരമനകളെ തുറക്കുകയാണ്, സകല ഇല്ലങ്ങളെ തുറക്കുകയാണ്, എല്ലാ തറവാടുകളെ തുറക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞാട്ടെ, വാതിലുകളെ, ശബ്ദമുയർത്തി വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേ ഉള്ള കഥകളെ, പണ്ടേ ഉള്ള കഥകളെ ഉയർത്തിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ദേശത്തെ നോക്കി പ്രവചിച്ച് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ.
2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം പട്ടണത്തിൽ ഒരൊറ്റ കഴുതയ്ക്ക് പ്രവേശനമില്ലായിരുന്നു. എന്നാൽ ഒരു കഴുതയുടെ പുറത്ത് അവൻ ഇരുന്നു. എന്തുകൊണ്ടാണ് യെരുശലേം പട്ടണത്തിൽ കഴുതകൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞത്? അവിടെ കുറെ ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. ആ ഗേറ്റ് കീപ്പേഴ്സ്, കാവൽക്കാർ, എല്ലാ കഴുതകളെ മുഴുവൻ കഴുത്തൊടിച്ച് കൊന്നുകളയും. ഇതിന്റെ മുൻപിൽ പോയി ഒത്തിരി കഴുതകൾ തകർന്നിട്ടുണ്ട്. ഇതിന്റെ മുൻപിൽ പോയി ഒത്തിരി കഴുതകളെ യോമാർ തകർത്തിട്ടുണ്ട്. എന്നാൽ ഇതാ ഒരു കഴുത വരുന്നു. അത് ഒറ്റക്കല്ല വന്നിരുന്നത്. അതിന് ചുറ്റും ഹോശന്ന പാടുന്ന കുറച്ചു പേരുണ്ട്. അതിന്റെ പുറത്ത് ഒരുത്തന് ഇരിപ്പുണ്ട്. മറ്റ് കഴുതകളുടെ മുൻപിൽ തുറക്കാത്ത വാതിൽ, മറ്റ് കഴുതകളുടെ മുൻപിൽ തുറക്കാത്ത വാതിൽ ഇവന്റെ മുൻപിൽ ഇതാ തുറക്കപ്പെടുകയുണ്ടായി. ഈ കഴുത വേറെ കഴുതകൾക്ക് നടക്കാത്ത വഴിയിലൂടെ, മറ്റ് കഴുതകൾ നടക്കാത്ത വഴിയിലൂടെ ഈ കഴുത നടന്നു. ആ കഴുതയ്ക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. എന്റെ കുടുംബത്തിൽ ഒത്തിരി വലിയ കഴുതകൾ ഉണ്ടായിരുന്നു. അവർ നടക്കാത്ത വഴിയിലൂടെ ഞാൻ നടന്നു. അവർ കാണാത്തത് ഞാൻ കണ്ടു. അവർ അനുഭവിക്കാത്ത ഞാൻ അനുഭവിച്ചു. കാരണം ഞാൻ ഒരുവനെ ചുമക്കുന്നുണ്ട്. ഇന്ന് രാത്രി മഹത്വം ചുമക്കുന്നവൻ മാത്രം കേൾക്കട്ടെ. രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കോൺഗ്രിഗേഷൻസും നിന്റെ മുൻപിൽ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങൾ തുറക്കാൻ പോവാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, മഹത്വാ. വീണ്ടും പറഞ്ഞു നീ മഹത്വാ. വീണ്ടും പറഞ്ഞു നീ മഹത്വാ. വീണ്ടും പറഞ്ഞു നീ മഹത്വാ. ഓ, ശബ്ദമുയർത്തി. ഭൂമിയിൽ നിന്ന് മഹത്വം കൊടുക്കേണ്ടവന് മഹത്വം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങുന്നു. പണ്ട് സീനായിൽ ഇറങ്ങിയതുപോലെ, സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയ പോലെ, ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങിയതുപോലെ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങുന്നു. വായു തുറന്ന് ആരാധിക്ക്. മഹത്വം എവിടെയുണ്ടോ? മഹത്വമുള്ളിടത്ത് വിടുതലുണ്ട്. മഹത്വമുള്ളിടത്ത് ഹൈവേ സമുദ്രത്തിന് നടുവിൽ തുറക്കും. കാരണം അവർ മഹത്വത്തിന്റെ ജനം. മഹത്വമുള്ളിടത്ത് ഇസ്രായേലിന് വിടുതലുണ്ടായി. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, മഹത്വം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പറ, മഹത്വം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പറ, എല്ലാം ഉണ്ട്. ഇന്ന് രാത്രി യോഗത്തോടെ മടങ്ങുന്ന പാർശ്വലുമായിട്ടല്ല, ടോട്ടലുമായിട്ട് മടങ്ങാൻ പോവാ. മഹത്വമുള്ളിടത്ത് വിടുതലുണ്ട്. മഹത്വമുള്ളിടത്ത് വഴിയുണ്ട്. മഹത്വമുള്ളിടത്ത് മന്നയുണ്ട്. മഹത്വമുള്ളിടത്ത് വെള്ളിയും പൊന്നും ഉണ്ട്. മഹത്വമുള്ളിടത്ത് കാലിന്റെ ചെരുപ്പ് തേയത്തില്ല, വസ്ത്രം പഴകത്തില്ല. അർത്ഥം ദൈവത്തിന്റെ കരുതലുണ്ട്. മഹത്വമുള്ളിടത്ത് പ്രൊട്ടക്ഷൻ ഉണ്ട്, സംരക്ഷണയുണ്ട്. ഇന്ന് രാത്രി നിന്റെ വഴിയാത്രയിൽ സംരക്ഷണയുണ്ട്. മഹത്വമുള്ളിടത്ത് ദൈവ ശബ്ദമുണ്ട്. കേക്ക്. മനുഷ്യന്റെ ശബ്ദം കേട്ട് നീ ഒത്തിരി കരഞ്ഞതാ. നേരിട്ട് കേട്ട്, ഫോണിൽ കേട്ട്, മനുഷ്യ ശബ്ദം കേട്ട് നീ ഒത്തിരി കരഞ്ഞതാ. രാത്രി അമ്മ മറന്നാലും മറക്കാത്തവൻ നിന്നെ നോക്കി പറയുന്നു, മക്കളെ, ലോകത്തെല്ലാവരും പറഞ്ഞ് 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 നിന്റെ ഹൃദയത്തെ തകർക്കുന്നെങ്കിൽ കയറി വാ, സ്തുതിയിൽ കയറി വാ, കണ്ണുനീരോടെ കയറി വാ, ആരാധിച്ച് കയറി വാ. എനിക്ക് ഒത്തിരി 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 കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട്. താൻ വാഴുകയാ ആകുലമില്ല. മഹത്വമുള്ളിടത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ എനിക്ക് പറയാനുള്ളത് കേക്ക്, മഹത്വമുള്ളിടത്ത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞാൽ പദ്ധതി.
ഒരിക്കൽ കൂടെ വായു തുറന്ന് സമാഗമന കൂടാരം ദൈവത്തിന്റെ പദ്ധതിയാണ് മക്കളെ. നിങ്ങൾക്ക് സമാഗമന കൂടാരം ദൈവത്തിന്റെ പദ്ധതിയാണ്. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവനോട് ദൈവം പണിയടാ എന്ന് പറഞ്ഞില്ല. നോഹ പെട്ടകം പണിതു. നിനക്ക് എക്സ്പീരിയൻസ് കിട്ടിയല്ലോ, നീയും കൂടെ ഒന്ന് പണിതോ. അത് പണിതല്ലോ, ഇതും കൂടെ പണിതോ. ദൈവം പറഞ്ഞില്ല. അബ്രഹാമിന്റെ കയ്യിൽ ഒത്തിരി പണം ഉണ്ടായിരുന്നു. നീ പണിയണ്ട. ഇസഹാക്ക് അബ്രഹാമിൽ നിന്ന് പലതും കണ്ടുപിടിച്ചവനും പണിയണ്ട. സ്തോത്രം. പദവിയുള്ളവനായ യോസെഫ് അവൻ പണിയണ്ട. മഹത്വമുള്ളവൻ പണിയട്ടെ. വേറെ ആർക്കുമില്ലാത്ത മഹത്വം മോശയ്ക്കുണ്ടായിരുന്ന മഹത്വമുള്ളവൻ പണിയട്ടെ. പ്രസംഗം തീർന്നു. കേക്ക്. പിതാക്കന്മാർ പണിയാത്തത് ഈ തലമുറയിൽ പണിവാൻ ചിലതിന്റെ ദൈവം കരങ്ങളെടുക്കാൻ പോകുകയാണ്. എനിക്ക് 19-20 വയസ്സ് പ്രായമുള്ളപ്പോൾ വാര്യവരെ യോനാച്ചൻ്റെ അടുത്ത് പത്തനംതിട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോനെ യോങ്കിച്ചോയുടെ ചർച്ചയിൽ നിന്ന് എന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ചു. 3ാം ക്ലാസ്സിൽ റബ്ബർ വെട്ടും. അതാണ് പുള്ളിയുടെ യോഗ്യത. 3ാം ക്ലാസ് റബ്ബർ വെട്ടും. പക്ഷെ കൊറിയക്കാരൻ വന്നപ്പോ കൊറിയൻ ഭാഷയിലാണ് പ്രവചിച്ചത്. പിതാക്കന്മാർ ഇട്ടിട്ട് പോയ കുറെ കസേരകൾ ഈ സംസ്ഥാനത്ത് കിടപ്പുണ്ട്. ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവം അയച്ചത്. നിന്റെ യോഗമായത്. ഇന്ത്യൻ സഭയുടെ ഏറ്റവും മുൻനിര പോരാളികളിൽ ചിലത് ഈ ഗ്രൗണ്ടിൽ നിന്ന് സ്വർഗം കണ്ടിട്ടുണ്ട്. പിതാക്കന്മാർ പണിയാത്തത് നീ പണിവാൻ വേണ്ടി പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അതേ കർത്താവേ, അങ്ങനെ പറയുന്ന കരങ്ങൾ ഉയർത്തുന്ന വേഗത്തിൽ മുന്നിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.